ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ കർത്താവ് എന്ന് നമുക്ക് ദാനമായി തന്ന വലിയ ദൈവകൃപയെ ഓർത്ത് നന്ദിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സ്തോത്രം ഒരു വചനം കേട്ടു. എല്ലാ ദൈവപൈതലിന്റെയും ഉള്ളത്തിനകത്ത് ആ വചനം ക്രിയ ചെയ്യുന്നുവെങ്കിൽ, ആ വചനത്തെ പൂർണ്ണതയോട് ഏറ്റെടുക്കുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ നന്മയും അനുഗ്രഹവും യഥാർത്ഥമായി ദൈവജനത്തിന് അനുഭവിക്കുവാൻ കഴിയും. ഒന്ന്, വിശ്വാസി എന്ന് പറയുന്നവൻ വിശ്വാസത്താൽ ജീവിക്കേണ്ടവനാണ്. വിശ്വാസം ഒരു ദൈവപൈതലിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനമാണ് വിശ്വാസം. വിശ്വാസമുണ്ടെങ്കിൽ അവനെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അതേപോലെ ദൈവത്തിന്റെ വചനത്തിനകത്ത് മർക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിനകത്ത് വിളിച്ചു പറഞ്ഞ ദൈവത്തിന്റെ വചനം എന്താണ്? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മുമ്പേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും അപ്പോഴത്തെ മറുപടി ഇന്ന് പകല് നമ്മൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ച ദൈവത്തിന്റെ ആലോചനയാണ് ഞാൻ പറയുക. എന്ത് പറഞ്ഞു? ദൈവം എന്നോട് ഇങ്ങനെയാ പറഞ്ഞത്, സ്തോത്രം, സ്വർഗത്തിന്മേലും ഭൂമിക്കുമേലും സകല അധികാരമുള്ള കർത്താവായ യേശുവിനെ ഞാൻ ആരാധിക്കുന്നത് എന്ന് വിളിക്കുന്ന ഓരോ ദൈവമക്കളും അവരുടെ ഉള്ളത്തിനകത്ത് ഇങ്ങനെ സംസാരിക്കണം, ഇങ്ങനെ വിശ്വസിക്കണം, ഇങ്ങനെ ഏറ്റെടുക്കണം. എന്തുവാ? സ്വർഗത്തിന്മേലും ഭൂമിക്കുമേലും സകല അധികാരമുള്ള യേശു ക്രിസ്തുവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്, ഞാൻ മഹത്വപ്പെടുത്തുന്നത്, ഞാൻ സ്തുതിക്കുന്നത്. എന്റെ യജമാനൻ കർത്താവായ യേശുവ, എന്റെ പ്രഭു കർത്താവായ യേശുവ, എന്റെ രക്ഷകൻ യേശുവ, എന്റെ പിതാവ് യേശുവ, എന്റെ ഈ ലോകത്തിൽ എനിക്കുള്ളതിലെല്ലാം എന്റെ യേശുവ. യേശുവിനെ കഴിയാത്ത ഒന്നും എന്റെ കുടുംബത്തിനകത്തില്ല, ഈ ലോകത്തിനകത്തില്ല. എന്ത് പ്രിയ ദൈവമേ, നീ വിശ്വസിക്കുന്ന ദൈവമേലാണെങ്കിൽ ഇന്ന് പകല് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, നിന്റെ സകല വിഷയത്തിനകത്ത് നീ അനുഭവിക്കുന്ന സകല വേദനകളിലും, നീ അനുഭവിക്കുന്ന സകല രോഗത്തിലും, സകല പ്രതികൂലത്തിലും, സകല പ്രതിസന്ധിയിലും ദൈവം ഇന്ന് പകല് നിനക്ക് ജയം നൽകുമെന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു. ദൈവം വിളിച്ചു പറയുന്നു, വചനം വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നു. ദൈവം ഇന്ന് ശക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പൂർണ്ണമായി ഏറ്റെടുത്തു, എന്റെ ദൈവം, ഞാൻ എന്റെ രക്ഷകനായ യേശു, സകലത്തിന്റെ അധികാരിക, സകലം സൃഷ്ടിച്ചവനാ. ആ ദൈവം എന്റെ കൂടെയുള്ള കാലത്തോളം, എന്നെ വിളിച്ചു വേർതിരിച്ച കാലത്തോളം ഒരു ശത്രുവിനും എന്നെ തൊടുവാൻ കഴിയത്തില്ല. ഒരു മുൻവിധിക്കും എന്നെ അടക്കി വെക്കുവാൻ കഴിയത്തില്ല. ഒരുവന്റെ വെല്ലുവിളിക്കും അടക്കി വെക്കുവാൻ കഴിയത്തില്ല. ഒരുവന്റെ ചിന്തകൾക്കും അടക്കി വെക്കുവാൻ കഴിയത്തില്ല. അതിനപ്പുറമായി എന്റെ യേശുവിന്റെ പകലനെ അനുഗ്രഹിക്കും. അതാവ് അടുത്ത ദൈവത്തിന്റെ ദൂതനോട് പറഞ്ഞ ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് പറഞ്ഞ ദൂതാണ്. ദൈവം പറഞ്ഞ ദൂതാണ്. എന്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇന്ന് പകല് വിശ്വസിക്കും, അത് ഏറ്റെടുത്ത് എന്റെ ദൈവം എനിക്കായി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് എനിക്കായി ഇറങ്ങി വന്നിട്ടുണ്ട്. കാണാനും കേൾക്കാനും അല്ല ഞാൻ വന്നത്, അനുഭവിക്കാൻ വന്നിരിക്കുക. എന്റെ കുടുംബത്തോട് പറഞ്ഞ ദൂത് ഞാൻ അനുഭവിക്കാൻ വന്നതാ. എന്നോട് പറഞ്ഞ ദൂതിന്റെ കർത്താവ് യേശുവ. യേശു എന്നോട് ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകല് ഞാനും എന്റെ കുടുംബവും അത് അനുഭവിക്കാൻ പോവാ. എല്ലാം നെഗറ്റീവ് ചിന്തകൾ മാറട്ടെ. ഒരു പോസിറ്റീവ് ചിന്തയിലേക്ക് പകർന്ന് മാറ്. ഒരു പോസിറ്റീവ് ചിന്തയിലേക്ക് പകർന്ന് മാറ്. നിന്റെ നെഗറ്റീവിനെ എടുത്ത് മാറ്റ്. നിന്നെ ഭയപ്പെടുന്ന ഭയത്തെ മാറ്റ്. നിന്നെ ഭയപ്പെടുന്ന ഭയം മാറ്റ്. ഇന്ന് വിശ്വസിക്ക്, എന്റെ യേശു അത്ഭുതം ചെയ്യാൻ പോവാ. ഞാൻ ഇരിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. ഞാൻ ഇരിക്കുന്നത് യേശുവിന്റെ സന്നിധിയിലാണ്. ഞാൻ മുട്ടുമടക്കിയിരിക്കുന്നത് യേശുവിന്റെ സന്നിധിയിലാണ്. ഇന്ന് പകൽ എനിക്ക് മറുപടിയുടെ പകല, എന്റെ തലമുറയിൽ മറുപടിയുടെ പകല. എന്റെ വാക്കത്ത് നിവർത്തിയാവാൻ പോവുക. എന്റെ കുടുംബത്തിനകത്ത് നിവർത്തിയാവാൻ പോവുക. എന്റെ തലമുറയിൽ നിവർത്തിയാവാൻ പോവുക. ദൈവം പറഞ്ഞ വാക്കത്ത് നിവർത്തിയാവാൻ പോവുക. ദൈവത്തിന്റെ ദൂത് നിവർത്തിയാവാൻ പോവുക. ഇന്ന് പകൽ ദൈവത്തിന്റെ ദൂത് നിവർത്തിയാവാൻ പോവുക. എന്റെ യേശു അത്ഭുതം ചെയ്യാൻ പോവുക. Hallelujah. Hallelujah. Hallelujah.
ഞാനിത് ചോദിച്ചോട്ടെ? സ്തോത്രം. നമ്മുടെ വചനത്തിനകത്ത് നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, ചില രോഗങ്ങൾ നമ്മൾ വചനത്തിനകത്ത് പഠിക്കുമ്പോൾ അത് ശാപമായിട്ട് വന്നതാക്ക രോഗങ്ങളെ കാണിക്കുന്നു, അല്ലയോ? ശാപവും പാപത്താൽ വന്നതാണ് രോഗത്തെ കാണിക്കുന്നത്. സ്തോത്രം. എങ്കിൽ ഇന്ന് പകരം ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദൂത് പറയട്ടെ. നീ എത്ര രോഗിയാന്ന് പറഞ്ഞാലും, നീ എത്ര വലിയ രോഗിയാന്ന് പറഞ്ഞാലും, നീ ഒരു സൺഡേ സർവീസും മുടങ്ങാതെ ആ രോഗം കൊണ്ട് നിനക്ക് ആ സൺഡേ സർവീസിനകത്ത് നിനക്ക് കയറി വരാൻ ദൈവം കൃപ നൽകിയിട്ടുണ്ടെങ്കിൽ നീ ഭാഗ്യവതി തന്നെ. ഭാഗ്യവാനും ഭാഗ്യവതിയുമാണ്. നീ ദൈവത്തിന് അനുഗ്രഹപ്പെട്ട കാര്യം. 6 ദിവസം ദൈവത്തിനെ പോറ്റിയത്, 7ാമത്തെ ദിവസത്തിനകത്ത് ദേവാലയത്തിനകത്ത് നീ ദൈവത്തിന് നന്ദി പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നന്ദി പറയാൻ നിന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ആ രോഗത്തെ കണ്ട് നീ ഭയപ്പെടേണ്ട, ആ ക്ഷീണത്തെ കണ്ട് നീ ഭയപ്പെടേണ്ട, ആ വേദനയെ കണ്ട് നീ ഭയപ്പെടേണ്ട. യേശുവിനെ സ്നേഹിക്കുന്നവരുടെ തെളിവാ, യേശുവിന് നീ പ്രിയപ്പെട്ടവരുടെ തെളിവാ, യേശുവിന് നീ അനുഗ്രഹപ്പെട്ടവരുടെ തെളിവാ. വർഷങ്ങൾ കൊണ്ട് കൈ വരണ്ടിരിക്കുന്ന മനുഷ്യൻ, വർഷങ്ങളുണ്ട് കൂനായ സ്ത്രീ, അവളെ പതിവ് പോലെ ദൈവവചനം പറയുന്നതാ, പതിവ് പോലെ അവൾ ദൈവാലയത്തിൽ വന്നു, ദൈവത്തെ ആരാധിക്കാൻ വന്നു. കൂന അവക്കൊരു വിഷയമല്ല ദൈവത്തെ ആരാധിക്കാൻ. കൈ വരേണ്ടത് ഒരു വിഷയമല്ല, രോഗം ഒരു വിഷയമല്ല. അവൾ ദൈവത്തെ ആരാധിക്കാൻ വന്നു. ദൈവത്തിലെ കർത്താവ് യേശു അവളെ നോക്കി പറയുക, സ്തോത്രം. ദേവാലയത്തിൽ ഇരിക്കുന്നവർ പറയുന്നത് സൗഖ്യമാക്കല്ലേന, ഇപ്പൊ സൗഖ്യമാക്കല്ലേന. പക്ഷെ യേശു പറയുക, ഇവൾ അബ്രഹാമിന്റെ സന്തതിയാ, ഇവളെ എനിക്ക് സൗഖ്യമാക്കിയേ പറ്റത്തുള്ളൂ, ഇവളെ എനിക്ക് വിടുവിച്ചേ പറ്റത്തുള്ളൂ. രോഗം വിധിച്ചിട്ട് പോലും, രോഗങ്ങൾ പ്രതികൂലമായ ജീവിതത്തിനകത്ത് വന്നിട്ട് പോലും അവൾ ക്ഷീണിച്ച് വീട്ടിനകത്ത് ഇരുന്നില്ല. അവൾ ദൈവത്തെ ആരാധിക്കാൻ വന്നു. കരുതുക, കഴിഞ്ഞ 6 ദിവസം ആരോഗ്യം ബലമായുസ് നൽകിയ ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി അവൾ വന്നു. അവർ ദൈവത്തിനകത്ത് ഒരു വിടുതൽ നടക്കും വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിനകത്താണ് ആരാധന കർത്താവ്. ഇങ്ങനെയുള്ള രോഗികളെല്ലാം, ഇങ്ങനെ കടന്നു വരുന്ന രോഗികളൊന്നും ശപിക്കപ്പെട്ടതല്ല ദൈവമക്കളെ, ശപിക്കപ്പെട്ടതല്ല, ശപിക്കപ്പെട്ടതല്ല. അപ്പൊ ശപിക്കപ്പെട്ടത് ഏതാ? ശപിക്കപ്പെട്ടത് എപ്പോഴേതാ? ഏത് രോഗിയാ ശപിക്കപ്പെട്ടത്? ആരാധനയ്ക്ക് പോവാതെ വീടിനകത്ത് രോഗിയായിട്ട് കിടക്കുന്നവർ ശപിക്കപ്പെട്ടവരാ, ഉറപ്പാ ശപിക്കപ്പെട്ടവരാ. ആരാധനയ്ക്ക് പോകാൻ പറ്റുന്നില്ല. കാര്യം എന്തോ? ദൈവത്തിന് നന്ദി കൊടുക്കാൻ നിന്റെ മനസ്സ് ഒരുക്കുമെങ്കിൽ നീ ആരാധനയ്ക്ക് പോകും. ആരൊരുക്കും? ദൈവം ഒരുക്കും. അത് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക. കൂനിയായ സ്ത്രീ, വർഷങ്ങൾ കൊണ്ട് അവള് കൂനിയായ സ്ത്രീയാ. അവള് വരുവോ ദൈവത്തെ ആരാധിക്കാൻ? സ്തോത്രം. അവൾ ആരെ നോക്കുന്നില്ല. ഒരു കൂനിയായ സ്ത്രീ വന്നിരിക്കുന്നതിന്റെ അവസ്ഥ ഒന്ന് കണക്കൂട്ടില്ലയോ? ഉണ്ടോ ഇല്ലയോ? സ്തോത്രം. കൈ വരേണ്ട ഒരു മനുഷ്യൻ. അങ്ങനെ ഒരുപാട് രോഗങ്ങളെ കർത്താവ് പറയുന്നുണ്ട്. രോഗികൾ വരുക ദേവാലയത്തിനകത്ത് പിടിച്ചു കെട്ടി എല്ലാം വരുക. അവർക്കൊരു പ്രശ്നവും ഇല്ല, അവർക്കൊരു ക്ഷീണവും ഇല്ല. അവർക്ക് ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും അവർ ആരാധിക്കാൻ വരും. അവരുടെ ഉറപ്പത് ആരോടാ? ആരോടുള്ള ഉറപ്പാ? കർത്താവിനോടുള്ള ഉറപ്പാ. ഞാൻ ആരാധിക്കാൻ പോയിരിക്കും, ഞാൻ ആരാധിക്കാൻ പോയിരിക്കും. ഒരു സൺഡേ സർവീസും എനിക്ക് മുടക്കത്തില്ല. എനിക്ക് ആരോഗ്യം, എനിക്ക് ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ജീവനോടുണ്ടെങ്കിൽ ഞാൻ ആരാധിക്കാൻ പോയിരിക്കും. അല്ലാതെ മൂക്കിപ്പനി വരുമ്പോഴേ ആരാധന മുടക്കി കഴിഞ്ഞാൽ നീ ശപിക്കപ്പെട്ടവനാ. വയറുവേദന വന്നെന്ന് പറഞ്ഞ് വീട്ടിൽ കുത്തിരിക്കുന്ന നീ ശപിക്കപ്പെട്ടവനാ. ദൈവത്തെ ആരാധിക്കാൻ ഒരു ദിവസം നല്ലോണം കിട്ടുന്നത് എല്ലാം ദൈവമക്കളുമായിട്ട് ആരാധിക്കുന്നത്. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ വേർതിട്ട് സമയം മാറ്റിവെച്ച് ദൈവത്തെ ആരാധിക്കും. ഒരു ദിവസം നിനക്ക് വേർതിട്ടിരിക്കേണ്ട സമയമാണ്. കുറേ സമയങ്ങൾ ആർക്ക് കൊടുക്കേണ്ടതാണ്? ദൈവത്തെ ആരാധിക്കാനുള്ളതാണ്. സ്തോത്രം.
അവനെ ശപിക്കപ്പെട്ടെന്ന് കർത്താവ് പറയുന്നത്, വചനം പറഞ്ഞിരിക്കുന്നത് അവനെ ശപിക്കപ്പെട്ടെന്ന് പറയുന്നത്. അല്ലാതെ രോഗം വന്ന് പ്രതികൂലം വന്നാലും ഞാൻ ആരാധനയ്ക്ക് പോകുന്നുവെന്ന് ആരാധനയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നീ ഭാഗ്യവാനാ, ഭാഗ്യവതിയാ. കാര്യം എന്തുവാ? ദൈവത്തിന് നിന്നെ അത്ര ഇഷ്ടം. കാര്യം നിനക്ക് രോഗം വന്നോ ക്ഷീണം വന്നോ നീ നോക്കിയില്ല, എങ്ങനെയായാലും ദൈവത്തെ ആരാധിക്കാൻ പോകണമെന്ന് ചിന്തിച്ചു. ദൈവത്തെ ആരാധിക്കാൻ വന്നു. നിങ്ങൾ പലപ്പോഴും ഏതൊരു സ്തോത്രം, എനിക്ക് തോന്നുന്നൊരു കുറെ വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ എന്നെ കാണുന്നുണ്ട്. പല രോഗവും വന്ന് എന്നെ വീഴ്ത്തിയിട്ടുണ്ട്. സ്തോത്രം, വിറച്ച് ഞാൻ വന്നിരുന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ സൺഡേ സർവീസ് ആരംഭിക്കുമ്പോൾ എന്റെ രോഗം പോയ എവിടാന്ന് എനിക്ക് അറിയത്തില്ല. ഞെട്ടിക്കുന്ന അത്ഭുതത്തോടെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. സൺഡേ സർവീസ് കഴിഞ്ഞിട്ട് ഞാൻ രോഗിയായിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്നാലും എന്ത് ചെയ്യത്തില്ല. ആരാധന എന്ന് പറഞ്ഞാൽ എനിക്ക് തീയ, ആരാധന എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെയാ. അത് കൊടുത്തേ പറ്റൂ. കാര്യം കഴിഞ്ഞ 6 ദിവസം എനിക്ക് ആയുസ് തന്ന ദൈവമാണ്. വാഗ്ദത്തം പറഞ്ഞിരിക്കുന്ന ദൈവമാണ്. വാഗ്ദത്തം എന്റെ ഫ്രണ്ടിൽ കിടക്കുക, ദൂതന്റെ ഫ്രണ്ടിൽ കിടക്കുക. എന്നെ 7ാമത്തെ ദിവസം എത്ര കഷ്ടപ്പെടുത്തിയാലും ഞാൻ പോകും. കാര്യം എന്തോ? ദൂതന്റെ ഫ്രണ്ടിൽ കിടക്കുക. എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, സ്തോത്രം, കെൽവിനെ കുറിച്ച് പറഞ്ഞു. അവൻ ആരാധിച്ചേ പറ്റൂ. അവൻ അതിന്റെ നന്മ അനുഭവിച്ചാണ്. അവൻ ആരാധിച്ചേ പറ്റത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ഓരോ കുഞ്ഞുങ്ങളും ഓരോ വ്യക്തികളും ആരാധിച്ചേ പറ്റത്തുള്ളൂ. കാര്യം ദൈവത്തിന്റെ നന്മ അനുഭവിച്ചതാണ്, ദൈവത്തിന്റെ അനുഗ്രഹം അനുഭവിച്ചത്. കാര്യം മറ്റാർക്കും കിട്ടാത്ത സൗഭാഗ്യമാണ് കർത്താവ് നമ്മളെ പേര് ചൊല്ലി വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അതിനപ്പുറമായ ഒരു സൗഭാഗ്യമില്ല. ആ ദൈവം നമ്മളെ പേര് വിളിച്ചു പേര് ചൊല്ലി വിളിച്ചു വേർതിരിച്ച് നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നന്മ വലുതാ, അനുഗ്രഹം വലുതാ. അപ്പൊ നമുക്ക് ആരാധിക്കാതിരിക്കാൻ പറ്റൂ, നമുക്ക് സ്തുതിക്കാതിരിക്കാൻ പറ്റൂ, ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ പറ്റൂ. നീ രോഗിയായിട്ട് കിടക്കുക, നിനക്ക് പുറത്തു പോകാൻ പറ്റത്തില്ല, ആരാധന നിനക്ക് മുടക്കി വെച്ചിട്ടോ, നീ ശപിക്കപ്പെട്ടതാ. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും, എഴുന്നേൽപ്പിക്കും. സ്തോത്രം. എന്റെ ഈ ശാപത്തിനകത്ത് എന്നെ കിടത്താൻ പാടില്ല. കാര്യം എന്തുവാ? ഇസ്രായേലിൽ ശാപം ഫലിക്കത്തില്ല, ദൈവജനത്തിനകത്ത് ശാപം ഫലിക്കത്തില്ല. സ്തോത്രം. ഒരു പ്രാക്കോ ഒരു ശാപമോ ദൈവത്തിനകത്ത് ഫലിക്കത്തില്ല. കാര്യം എന്തുവാ? അവൻ ദൈവത്തിന്റെ പൈതലാണ്. ദൈവവചനം അതാ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ പേര് ശാപം പഠിക്കൂ? ശാപം പഠിക്കൂ? ഒരിക്കലും ഇല്ല. സ്തോത്രം, ഹല്ലേലൂയ. ഒരിക്കലും ഇല്ല. സ്തോത്രം. ഒരു മനുഷ്യനെ അനുഗ്രഹിക്കാൻ പറ്റത്തില്ല. അനുഗ്രഹിക്കാൻ പറ്റുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ. ഒരു മനുഷ്യനെ ഉണ്ടാക്കിയ ദൈവത്തിന് മാത്രമേ അവനെ അനുഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. അവന് മാത്രമേ അവനെ അനുഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ വചനത്തിനകത്ത് ദൈവം പറയുന്നു, നീ പ്രാർത്ഥിക്കുമ്പോൾ നീ പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടിയെന്ന് പറഞ്ഞ വിശ്വാസത്തോട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ എന്തുവാ? ഞാൻ ഏൽപ്പിക്കുന്ന ആരെടുത്താണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. നമ്മൾ അപേക്ഷ കൊടുത്തിരിക്കുന്ന ആരോടാണെന്ന് ഒരു ബോധ്യം ഉണ്ടാവണം. ഈ അപേക്ഷ കൊടുത്താൽ ഓക്കെ, ഈ അപേക്ഷ കൊടുത്താൽ ഓക്കെ. സ്തോത്രം. നമ്മൾ ചില കാര്യത്തിന് മുമ്പ് ചിലർ റെക്കമെൻഡ് ലെറ്റർ മേടിച്ചുകൊണ്ട് പോകും. എന്തിനു വേണ്ടിയാ? ഈ ലെറ്റർ ഉണ്ടെങ്കിച്ചുള്ള ബലമാണ്, ഇല്ലയോ? ലെറ്റർ ഉണ്ടെങ്കിച്ചുള്ള ബലമാണ്. ആ ലെറ്റർ വായിക്കുമ്പോൾ ഇന്നാളുടെയാന്ന് പറയുമ്പോൾ ഇച്ചുള്ളൂ ബലമാണ്. അപ്പോഴേ നമുക്കത് പ്രയോജനപ്പെടും. ആ ലെറ്റർ പ്രയോജനപ്പെടും. അതുകൊണ്ടാണ് ഈ ലെറ്റർ മേടിക്കാൻ ചില താമസിച്ചാലും പോയി ചെന്ന് ആ മേഘാലയ സ്തോത്രം കാല് പിടിച്ചാലല്ല ഇത് എഴുതിപ്പിച്ചുകൊണ്ട് വരുന്നതിന്റെ കാര്യം എന്തുവാ? ഈ ലെറ്റർ കൊണ്ട് പോയാൽ ഒരു മുൻതൂക്കം അവിടെ കിട്ടും. പോകുന്ന കാര്യത്തിനകത്ത് ഒരു മുൻതൂക്കം. ഇന്ന് ദൈവത്തിന്റെ സന്നിധി ഞാൻ പറയുക, സ്തോത്രം, നീ രോഗമായിട്ടോ പ്രയാസമായിട്ടോ നീ ആരാധനയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ദൈവം നിന്നെ കരുതുന്നുണ്ട്. നിന്റെ മേൽ ദൂത് കിടക്കും. അവസാനമല്ല, കോമ ചെയ്ത് നിനക്ക് ആഡ് ചെയ്തിട്ടുകൊണ്ടിരിക്കുക. നിന്റെ മുന്നോട്ടുള്ള ഫീച്ചർ, നിന്റെ മുന്നോട്ടുള്ള ഭാവിയെല്ലാം ദൈവം ആഡ് ചെയ്തോണ്ടിരിക്കുക. ഒരിക്കലും ഫുൾ സ്റ്റോപ്പ് ഇടത്തില്ല. ദൈവം നീ മാനിക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കും. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. വചനത്തിനകത്ത് നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്നുണ്ട്. സ്തോത്രം. ഒരു അധ്യായം എന്ന് വായിക്കാം. സ്നാന ശുശ്രൂഷയെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിന്റെ 26 വാക്യം മുതലൊന്ന് വായിക്കാം. പിശാചിന്റെ ദൂതന കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് സ്തോത്രം. ദൈവത്തിന്റെ ദാസനായ ദൈവത്തിന്റെ ശിഷ്യനായ ഫിലിപ്പോസിനോട് ദൈവത്തിന്റെ ദൂതൻ പറയുക, സ്തോത്രം, ഹല്ലേലൂയ, നീ എങ്ങോട്ട് പോകണം? തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗെസ്സേലിലേക്കുള്ള വഴിയിലേക്ക് പോകുക.
സ്തോത്രം. അവിടോട്ട് നീ പോയാൽ മതി. കാര്യം ദൈവത്തിന് അവിടെ ദൈവഭക്തി വെളിപ്പെടാണ്. ഓരോ ദൈവദാസന്മാരെ, ഓരോ ദൈവത്തിന്റെ ഭക്തന്മാരെ ഓരോരുത്തരുടെ ദൈവം അയക്കുന്നതിനകത്ത് ദൈവത്തിനൊരു ഉദ്ദേശം. സ്തോത്രം. ആ ദൈവദാസന്മാർക്ക് സ്തോത്രം ശക്തമേറിയ വെളിപ്പാടുകൾ, ദൈവത്തിന്റെ ആലോചനകൾ ദൈവം കൊടുത്താലേ എന്ത് ചെയ്യത്തുള്ളൂ? ദൈവദാസന്മാര് പോകത്തുള്ളൂ. ജീവിക്കുന്ന ദൈവദാസന്മാര് പോകത്തുള്ളൂ. അല്ലാതെ ജാലി കിടക്കുന്ന ദൈവദാസന്മാരൊന്നും ദൈവദാസന്മാരായിട്ട് ഞാൻ പറയുന്നില്ല. സ്തോത്രം. ഒരു കാര്യമുണ്ട് ദൈവമക്കളെ, എന്നെ ഒരാൾ വിളിച്ചെന്ന് പറഞ്ഞ് ഞാൻ ചാടി പോകത്തില്ല. ദൈവം എനിക്ക് ശക്തമായ ഒരു ഗൈഡൻസ് തരാതെ എന്ത് ചെയ്യത്തില്ല, ഞാൻ പോകത്തില്ല. ഒരു ഭവനത്തിനകത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നത് പാസ്റ്റർമാരുടെ ഫോർമാറ്റ് തിരിച്ചു പോകുമ്പോൾ പ്രാർത്ഥിച്ചു, അതിനും ഞാൻ മാക്സിമം നിൽക്കുന്നില്ല. കാര്യമല്ലോ, ദൈവം എന്നോട് പറഞ്ഞാൽ മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. കാര്യം ആ പ്രാർത്ഥനയ്ക്കാണ് പ്രയോജനം. അല്ലെ ഞാൻ ചുമ്മാ പേടി ഒരു കാണിക്കാൻ വേണ്ടി, ഒരു പാസ്റ്റർ എന്ന് പറയാൻ വേണ്ടി ചിലർക്ക് പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് ഒരു അർത്ഥവുമില്ല. അതുപോലെ ചില ഭവനത്തിനകത്ത് വിളിച്ചാൽ ഞാൻ പോകില്ല. കാര്യം ദൈവം എന്നോട് പറയാതെ ഞാനും അതുമായിട്ടൊരു ബന്ധവുമില്ല. എന്നോടുള്ള വ്യക്തിപരമായ ബന്ധത്തിലല്ല അവരെന്നെ വിളിക്കുന്നത്. അവരെന്നെ വിളിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന് വേണ്ടിയാണ്. ആ അഭിഷേകം അവിടെ വെളിപ്പെടണമെങ്കിൽ എന്നെ ദൈവം അയക്കാതെ എനിക്ക് പറയാൻ പറ്റും. ഫിലിപ്പോസിനോട് ദൈവം പറയുക, നീ തെക്കോട്ട് പോകും, യെരുശലേമിന് തെക്കോട്ട് അങ്ങോട്ട് യാത്ര ചെയ്യും, നീ അങ്ങോട്ട് ചെല്ല്. അവന് വെളിപ്പെടുത്തി കൊടുക്കുക, ഫിലിപ്പോസിന് വെളിപ്പെടുത്തി കൊടുക്കുക. ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്, അതിനകത്തൊരു പദ്ധതി. ആ പദ്ധതിയിലേക്ക് ആരെ അയക്കുക? ഫിലിപ്പോസിനെ അയക്കുക. ഫിലിപ്പോസിനെ അറിയുമോ? പദ്ധതി എന്ന് അറിയത്തില്ല. ദൈവം പറയുക, നീ എന്ത് ചെയ്താൽ മതി? യെരുശലേമിൽ തെക്കോട്ട് നീ എന്ത് ചെയ്തോ? യാത്ര ചെയ്തോ. ആ സ്ഥലത്തിന് അടുത്തോട്ട് അങ്ങോട്ട് ചെല്ല്. നിന്നെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. ഇന്ന് പ്രിയ ദൈവമക്കളെ, നമ്മളെ കുറിച്ചെല്ലാം ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ട്. ആ പദ്ധതി എന്റെ ജീവിതത്തിനകത്ത് നിവർത്തിയാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില സമയത്തെല്ലാം നമ്മളിങ്ങനെ വല്ലയിടത്തും പോയിട്ട് വയ്യ, ഇനി അങ്ങോട്ട് വയ്യ. ഇത് ഞാൻ സ്ഥിരം പറയുന്ന ഒരു കാര്യം, സ്ഥിരം പറയുന്ന ഒരു ഡയലോഗ്, എന്നോട് തന്നെ ഞാൻ പറയുന്ന ഒരു ഡയലോഗ്. എവിടെയെങ്കിലും പോയിട്ട് വന്നാലോ, എന്തെങ്കിലും യാത്ര ചെയ്തിട്ട് വന്നാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താലോ കുറച്ച് കഴിയുമ്പോൾ വയ്യ. കഴിഞ്ഞ ദിവസം എന്നോട് ദൈവം പറഞ്ഞു, മേല ഈ വാക്ക് നീ ഉപയോഗിക്കില്ല. മേല ഈ വാക്ക് നിന്റെ വായിൽ നിന്ന് വരല്ലേ. നീ ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവമില്ല. നിന്റെ വാക്ക് ഇത് വരല്ലേ. കാര്യം ഇത് സംസാരിക്കുന്നത് പിശാച്. നിന്നെ ഞാൻ സഹായിക്കുന്ന, എന്നെ ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള വർത്താനം ഇത്. എന്തുവാ ഈ വയ്യ? എനിക്കാവും. എന്റെ കർത്താവ് എനിക്കാവും. എന്റെ കർത്താവ് എന്നെ വഴി നടത്തുന്നത്, എന്റെ കർത്താവ് എനിക്ക് ആഹാരം തരുന്നത്, എന്റെ കർത്താവ് എനിക്ക് വസ്ത്രം തരുന്നത്, എന്റെ കർത്താവ് എനിക്ക് സമ്പത്ത് തരുന്നത്, എന്റെ കർത്താവ് എന്റെ പോക്കിലും വരവിലും എന്നെ സൂക്ഷിക്കുന്നത്. സ്തോത്രം. അങ്ങനെ പറയുവാണെങ്കിൽ, അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ, അത് അനുഭവിച്ച് ചിന്തിക്കുവാണെങ്കിൽ ഒരിക്കലും നീ എന്ന് പറയത്തില്ല, വയ്യ എന്ന് പറയത്തില്ല. അപ്പൊ ഈ വയ്യ എന്ന് കൊണ്ടുവരുന്ന ആരാ? രോഗമായ പോലും നമ്മൾ പറയണം, സൗഖ്യമാവും ഞാൻ പുറത്തു വരും, സൗഖ്യമാവും ഞാൻ പുറത്തു വരും. ഈ വയ്യാന്ന് പറയുമ്പോൾ തന്നെ പകുതി രോഗം കൂടുമോ, കൊണ്ടുതരുമോ? രോഗം പകുതി കാണത്തുള്ളൂ, അതിന്റെ കൂടെ ഒരു പകുതിയോട് ആര് കൊണ്ടുതരുമോ? പിശാച് കൊണ്ടുതരുമോ? വയ്യാന്ന് പറയുമ്പോഴേ പോയി. ഇല്ല, ഏത് രോഗമായാലും ആരെന്നെ വിടുവിക്കും? എന്റെ കർത്താവ് എന്നെ വിടുവിക്കുമെന്ന് നീ വിശ്വസിച്ചാൽ നിശ്ചയമായി ദൈവം നിന്നെ വിടുതൽ കൊണ്ടുവരും. ഈ വയ്യാന്ന് കൊണ്ടുവരുന്ന ആരാ? ഞാൻ പുറത്തെല്ലാം പോയിട്ട് തിരിച്ച് അങ്ങോട്ട് കയറി വന്നിട്ട് വയ്യ എന്ന് പറയുമ്പോഴേ പകുതി ക്ഷീണം കൂടി, കുറേയോടും ക്ഷീണം കൂടി ഞാൻ ഇരിക്കുക. അപ്പോഴേ പിശാചിനെ ഇഷ്ടപ്പെട്ടാ കൊള്ളാം, ഇവൻ വയ്യാന്നാണല്ലോ പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? പിശാചിനെ വിളിക്കുക. നെഗറ്റീവ് എല്ലാം സംസാരിക്കുമ്പോൾ ആരെ വിളിച്ചുകൊണ്ടിരിക്കുക? പിശാചിനെ വിളിക്കുക. നമ്മൾ പിശാചിനെ വർണ്ണിക്കുക, പിശാചിനെ സ്തുതിക്കുക. പിശാചിനെ വർണ്ണിക്കാനും സ്തുതിക്കാനും പിശാചിനെ ഉയർത്തുവാനല്ല യേശുവിനെ കാൽവരി ക്രൂശിൽ രക്തം കൊടുത്തു വാങ്ങിയത്. യേശുവിനെ ഉയർത്തുവാൻ, ഏത് പ്രതികൂലത്തിന്റെ മധ്യയിലും യേശുവിനെ ഉയർത്താൻ. വായിച്ച വചനമുണ്ടല്ലോ, കേട്ട വചനമുണ്ടല്ലോ. എന്ത് പറഞ്ഞു? പ്രാർത്ഥിക്കുന്ന മുമ്പേ അത് ലഭിച്ചെന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിരി. നീ അങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാവ്. കാര്യം എന്തുവാ? നിന്റെ മേൽ നിരാശ മാറട്ടെ. നീ നിരാശപ്പെട്ടും ഭാരപ്പെട്ടും പ്രയാസപ്പെട്ടും പ്രാർത്ഥിക്കാനിരിക്കുമ്പോ നിന്റെ നേരിലുള്ള നിരാശ മാറ്റിവെച്ചിട്ട് നീ അങ്ങോട്ട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോ ഇന്ന വിഷയം എനിക്ക് ലഭിച്ചെന്ന് പറഞ്ഞ് പ്രാർത്ഥിര്. ആര് മറുപടി തരും? കർത്താവ് മറുപടി തരും. ചർച്ചിന് വേണ്ടി, ചർച്ച് ഹോളിന് വേണ്ടി 10-12 വർഷം കൊണ്ട് പ്രാർത്ഥിക്കുക. നിരാശപ്പെട്ടിട്ടില്ല. നിരാശപ്പെടുന്ന പല അവസ്ഥകളും വന്നിട്ടുണ്ട്. നിമിഷങ്ങൾ കഴിയുമ്പോൾ ദൈവം ഇരട്ടി ബലത്തോട് പുറത്തു കൊണ്ടുവരും. കാര്യം ദൈവം തരാൻ പോകുന്നത് ശ്രേഷ്ഠമായുള്ളതേ തരത്തുള്ളൂ, നന്ദിയുള്ളതേ തരത്തുള്ളൂ. ദൈവം ഒരിക്കലും വീണ്ടും എന്ത് ചെയ്യുക? പഴയവഴിയിലേക്ക് കൊണ്ടുപോകത്തില്ല. ദൈവം തരുന്നുവെങ്കിൽ അത് ശ്രേഷ്ഠമായി തരത്തുള്ളൂ. കാത്തിരുന്നോ, ദൈവം അത് തന്നെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോ, ദൈവം നിശ്ചയമായി ആ
ഹല്ലേലൂയ. സ്തോത്രം. കിട്ടി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കൂ. ഫിലിപ്പോസിനെ നീ വായിക്കൂ. നീ ചെല്ല്, തെക്കോട്ട് യാത്ര ചെയ്യ്. സ്തോത്രം. അവിടെ ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. അടുത്ത വാക്യം. സ്തോത്രം. എത്യോപ്യ രാജ്ഞിയുടെ മന്ത്രിയായ ഒരു ഷണ്ഡനെ കാണുക. ദൈവം ഈ ഷണ്ഡനെ കാണാൻ വേണ്ടിയാണ് ആരയച്ചിരിക്കുന്നത്? ദൈവം അയച്ചിരിക്കുന്നത്. സ്തോത്രം. അവൻ എവിടെ വന്നിരിക്കുക? ദേവാലയത്തിൽ വന്ന് ആരാധന കഴിഞ്ഞിട്ട് പോവുക. സ്തോത്രം. ആരാധന കഴിഞ്ഞിട്ട് പോവുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് പറഞ്ഞു, ഒരു സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ സ്തോത്രം ശിശു സ്നാനത്തെ കുറിച്ച് സംസാരിച്ചു. സ്തോത്രം. ശിശു സ്നാനം, പള്ളിക്കാർ ചെയ്യുന്ന ശിശു സ്നാനം, പ്രശ്നമില്ല. പെന്തക്കോസ്ത് സഭയ്ക്കകത്ത് ഒരു കുഞ്ഞിനെ ദൈവം തന്നാൽ ദേവാലയത്തിൽ കൊണ്ടുവന്നതിനെ പ്രതിഷ്ഠിക്കും. കർത്താവ് യേശുവിനെയും മറിയ യോസേഫും കൊണ്ട് പ്രതിഷ്ഠിച്ചു, യാഗമർപ്പിച്ചു. അതിനു വേണ്ട യാഗവസ്തു കൊണ്ട് കൊടുത്തിട്ട് അവർ കർത്താവ് യേശുവിനെ പ്രതിഷ്ഠിച്ചു. പ്രതിഷ്ഠിക്കുന്നത് പെന്തക്കോസ്ത് സഭയ്ക്കകത്ത് കുഞ്ഞിനെ കിട്ടുമ്പോൾ നമ്മളോട് പ്രതിഷ്ഠിക്കും. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആ കുഞ്ഞിനെ പേരിട്ട് അമികാലിലെ പാസ്റ്റർ നമ്മളെ മാതാപിതാക്കളിലേക്ക് കുഞ്ഞിനെ കൊടുക്കും. എന്തിനു വേണ്ടിയാ? കുഞ്ഞുങ്ങളെ ഇനി എന്തായിട്ട് വളർത്തും? ദൈവവചനത്തെ അനുസരിച്ച്, ദൈവവചന പ്രമാണം അനുസരിച്ച് അവരെ ദൈവഭയത്തോടെ വളർത്തും എന്ന് സ്തോത്രം മാതാപിതാക്കളെ വായിൽ നിന്ന് കേൾക്കും. അവർക്ക് നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിച്ച് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കുഞ്ഞിനെ പ്രതിഷ്ഠിച്ച് ആര് കൊടുക്കും? പാസ്റ്റർ കൊടുക്കും. പിന്നെ മുതൽ കുഞ്ഞുങ്ങളെ വളർത്തേണ്ട ചുമതല ആർക്കുള്ളതാ? ആരുമായിട്ടുള്ള ബന്ധത്തിൽ വളർത്തേണ്ട ചുമതല ആർക്കുള്ളതാ? അതേപോലെ സമുദായത്തിനകത്ത് ഈ കുഞ്ഞിനെ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുക. അതൊക്കെ അത് നല്ല കാര്യമാണ്. അവൻ പോകുന്ന ആലയത്തിനകത്ത് അവൻ കൊണ്ട് പ്രതിഷ്ഠിക്കുക, അത് ഓക്കെയാണ്. പക്ഷേ സ്നാനം അതാന്ന് ഒരിക്കലും പറയാം. സ്നാനം അതല്ല. അതിനോട് ഞാൻ യോജിക്കത്തില്ല. പ്രതിഷ്ഠിക്കുന്ന പ്രാർത്ഥന നടത്തുന്നതിനകത്തല്ല എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൂ. പക്ഷേ അത് ശിശു സ്നാനമാ. ആ സ്നാനമേ ഉള്ളെന്ന് ഒരിക്കലും പറയില്ല. ബൈബിൾ ഒരിക്കലും ആ സ്നാനത്തെ പറയുന്നില്ല, ആ സ്നാനത്തെ കുറിച്ച് പറയുന്നില്ല. അത് പള്ളിയിലുള്ള പ്രമാണം. കുഞ്ഞിനെ കൊണ്ടുവരേണ്ടത് പ്രതിഷ്ഠിക്കേണ്ട സ്നാനപ്പെട്ട് സ്വന്തം കുഞ്ഞിന്റെ മേളിൽ പ്രാർത്ഥിച്ച് അച്ഛൻ വെള്ളം കുടഞ്ഞാൽ പോലും അതിനും കുഴപ്പമില്ല. വെള്ളം കുടഞ്ഞിട്ട് തുടച്ചെടുത്താലും കുഴപ്പമില്ല, നല്ല കാര്യമാണ്. പക്ഷെ അതാ സ്നാനം എന്ന് പറയുന്നതിനോട് എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, യോജിക്കാൻ പറ്റത്തില്ല. ദൈവവചനം അറിയുന്നവര് ദൈവപൈതൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനോട് യോജിക്കാൻ പറ്റത്തില്ല. സ്നാനം എന്ന് പറയുന്നത് തിരിച്ചറിവുണ്ടായിട്ട് എടുക്കുന്നതാ സ്നാനം. സ്നാനം. ഞാൻ എടുക്കുന്ന സ്നാനം ആരും നിർബന്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. പ്രതിഷ്ഠിക്കണം. എന്റെ കുഞ്ഞായിരിക്കുമ്പോൾ എന്റെ ദേവാലയത്തിൽ കൊണ്ട് പ്രതിഷ്ഠിക്കണം. ഞാൻ ദൈവസ്ഥാനിൽ പോകുന്ന പൈതലാണെങ്കിൽ നിശ്ചയമായി കുഞ്ഞിനെ കൊണ്ട് പ്രതിഷ്ഠിക്കണം, പേരിടണം, എല്ലാം ചെയ്യണം. അതല്ല സ്നാനം. സ്തോത്രം. ഞാൻ ആ പ്രമാണത്തോട് എന്ത് ചെയ്യുന്നില്ല, യോജിക്കുന്നില്ല. അല്ലാതെ അവരെ പ്രതിഷ്ഠിക്കാൻ കൊണ്ടുപോയെന്ന് പറഞ്ഞു, അവരെ പ്രാർത്ഥന നടത്തിയെന്ന് പറഞ്ഞു, ഞാൻ ഒരിക്കലും അവരെ എതിര് പറയത്തില്ല. അവർ ചെയ്യുന്നതിനൊന്നും എതിര് പറയത്തില്ല. പക്ഷെ അതാണ് കുഞ്ഞിന്റെ സ്നാനം. എന്നിട്ട് അവരുടെ സഭയ്ക്കകത്ത് ഒരു കുഞ്ഞിനെ കിട്ടിയപ്പോൾ അവർ സഭയ്ക്കകത്തുള്ള അന്ന് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതിനകത്ത് ഞാൻ യോജിപ്പാ. പക്ഷേ അതാ സ്നാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും എത്തിയത്തില്ല, അതിനകത്ത് യോജിക്കത്തില്ല. സ്തോത്രം. ഇന്ന് നമ്മളെ ഫ്രണ്ടില് പലപ്പോഴും ഞാനും സംസാരിക്കുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. ഇൻഡിപെൻഡന്റ് സഭ, ന്യൂ ജനറേഷൻ സഭ, സ്തോത്രം, അല്ലെങ്കിൽ പാരമ്പര്യ സഭ, ഇതൊന്നും ഇല്ല, അങ്ങനൊന്നും ഇല്ല. ഇതെല്ലാം മനുഷ്യരുണ്ടാക്കിയത്. ഒറ്റ സമയമുള്ളൂ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് ന്യായപ്രമാണ പ്രകാരം ജീവിക്കുന്ന ഒറ്റ കൂട്ടം, ഒറ്റ പേരുമേ ഉള്ളൂ, പെന്തക്കോസ്ത്. ബാക്കിയുള്ള പേരെല്ലാം ഉണ്ടാക്കിയതാരാ? ഈ പെന്തക്കോസ്ത് നമ്മളാ. ദൈവം നമ്മൾ കർത്താവ് സഭയ്ക്ക് ഒരു പേര് എല്ലാം ചോദിക്കുക, എവിടെ പോയി പെന്തക്കോസ്ത് എന്നൊരു പേര് ചോദിക്കാറ്. അപ്പൊ ഒരു പേര്, ഈ പേരിനകത്തല്ല കാര്യം. ആണോ?
ഞാൻ ക്രിസ്റ്റീൻ, എന്റെ മോനെ ക്രിസ്റ്റി എന്ന് പേരിട്ടു. അവൻ ക്രിസ്തീയ പൈതലാണ്. അവൻ ലോകപരമായി ജീവിക്കുകയാണെങ്കിൽ ക്രിസ്റ്റി എന്നുള്ള പേര് കർത്താവിന്റെ നാമം മഹത്വപ്പെടും. എവിടെ മഹത്വപ്പെടുന്നത്? അവൻ ജീവിച്ചാലേ മഹത്വപ്പെടും. പേരിലല്ല കാര്യം, പേരിലല്ല ഇരിക്കുന്ന കാര്യം. കർത്താവ് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ പേര് ചൊല്ലി വിളിച്ചെന്ന് പറയുമ്പോൾ പേരിന് പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ പറയുന്നു. ആ പേര് ചോദിച്ചത് അങ്ങനെയല്ല, മകനെ മകളെ എന്ന് പറഞ്ഞാൽ വിളിച്ചത്. മകനെ മകളെ എന്ന് പറഞ്ഞാൽ വിളിച്ചത്. ചിലവരുണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിന്റെ ആയി കഴിഞ്ഞാൽ പിന്നെ ഗോപാലൻ ഉടനെ തോമസ് കുട്ടിയാവും. അങ്ങനൊന്നും ആവില്ല മക്കളെ. ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കുന്നു. ഞാൻ അതിനകത്തൊന്നും യോജിക്കുന്നില്ല. തോമസ് കുട്ടിയാവും ഇല്ലയോ? ചിലവര് അതിലാ എല്ലാം കണ്ടുവച്ചേക്കുന്നത്. ഒന്നുമല്ല, ആ പേരിനകത്തൊന്നും അല്ല കാര്യം. പ്രവൃത്തിയിലാണ് കാര്യം, ജീവിതത്തിലാണ് കാര്യം. പിന്നെ നമ്മൾ ക്രിസ്തീയ പ്രകാരം ജീവിക്കുമ്പോൾ ക്രിസ്തീയ പേരിടുന്നു, അത്രയേ ഉള്ളൂ. സ്തോത്രം. അപ്പൊ ശിശുസ്നാനത്തിനകത്ത് ഒരുത്തൻ പറഞ്ഞു, അയ്യോ ഞാനത് എനിക്കത് ഐക്യമാണ്. ഒരിക്കലും തോന്നല്ല. സ്തോത്രം. ഒരിക്കലും തോന്നല്ല. അതവനെ അവന്റെ ആലയത്തിനകത്തുള്ള നിയമമാണ്. ബൈബിളിനകത്തുള്ള നിയമം പ്രതിഷ്ഠിക്കണമെന്ന്, ആലയത്തിനകത്തുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നുള്ളത് ബൈബിളിനകത്തുള്ള. അവന്റെ സമുദായത്തിൽ അവൻ പോകുന്ന ആലയത്തിനകത്ത് അവന്റെ കുറെ നിയമങ്ങളുണ്ട്. അത് ചെയ്യുന്നത് വെള്ളം കുടഞ്ഞ് തുടച്ചെന്ന് പറഞ്ഞാൽ അത് സ്നാനമായിട്ട് ഏറ്റെടുക്കത്തില്ല. പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഒക്കെ നിങ്ങളുടെ നിയമപ്രകാരം നിങ്ങൾ അതായിരിക്കും വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ നിയമപ്രകാരം ഞങ്ങൾ വിശ്വസിക്കുന്നത് പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവിന്റെ ദാസൻ തലയെ കൈവച്ച് കുഞ്ഞിനെ പ്രാർത്ഥിച്ച് പേർ കൊടുക്കുന്നതാണ് ഞങ്ങൾ അതാണ് ഇരിക്കുന്നത്. ഞങ്ങൾ അതാണ് ഇരിക്കുന്നത്. പക്ഷെ സ്നാനം നീ ഉദ്ദേശിക്കുന്നതല്ല സ്നാനം. സ്തോത്രം. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു പാരമ്പര്യ സഭ എന്ന് പറഞ്ഞു. പാരമ്പര്യ സഭ, ന്യൂ ജനറേഷൻ സഭ, ഇൻഡിപെൻഡന്റ് സഭ അങ്ങനൊന്നും ഇല്ല. ഒറ്റ സഭയുള്ള ദൈവത്തിന്റെ ദൈവസഭ, ദൈവത്തിന് വേണ്ടി സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന സഭ. പിന്നെ ഇന്ന് പല സഭകളും ഉണ്ടാവുന്നതിന്റെ കാര്യം കാഴ്ചപ്പാടുകൾ വന്നാൽ തുടങ്ങുമ്പോൾ പുതിയ കാഴ്ചപ്പാടുകൾ, പുതിയ സഭ ഉണ്ടാവും. അതാണ് ഇങ്ങനെ സഭകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചില കാഴ്ചപ്പാടോട് നമുക്ക് ചേരാൻ പറ്റത്തില്ല. നമ്മൾ എന്ന് പറയുക ഇങ്ങനെയല്ല വീക്കുന്നത്, ഇങ്ങനെ ബൈബിൾ ഇങ്ങനെ പറയുന്നുണ്ട്, ജീവിതം ഈ സഭയുടെ ഇങ്ങനെ, അതുകൊണ്ട് ഞങ്ങൾക്ക് പൊരുത്തപ്പെടാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ദൈവവചന പ്രകാരം ജീവിക്കും. അങ്ങനെ ഉണ്ടാവുന്നത് പുതിയ പുതിയ സഭകൾ ഉണ്ടാവുന്നു ഇല്ലേ? ആ സഭയുടെ കാഴ്ചപ്പാട്. അപ്പൊ ആ സഭ ഉണ്ടാക്കുന്ന ശുശ്രൂഷകനും ആ കാഴ്ചപ്പാട് ഉണ്ടാവണം. ഉണ്ടെങ്കിലേ ആ ശുശ്രൂഷ എന്ത് ചെയ്യത്തുള്ളൂ, പോത്തുള്ളൂ. അല്ലാതെ വരുന്ന ദൈവമക്കളുടെ രീതിയിലേക്ക്, അവരുടെ രീതിയിലേക്ക് കൂട്ടിക്കുഴച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ദൈവത്തിന്റെ നന്മ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രാപിക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളെ സഭയ്ക്കകത്ത് നമ്മളെ ദൈവമക്കളെ കുറിച്ച് എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്, ഭയങ്കര അഭിമാനമുണ്ട്. സ്തോത്രം. ഒരു ലോൺ എടുത്താൽ പോലും അതിന്റെ ദശാംശ സഭയെ കൊടുക്കും. അവർക്കറിയാം എന്തുവാ, അവർക്കറിയാം. ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. ലോൺ എടുക്കുമ്പോൾ കടം മേടിച്ചാൽ പോലും അതിന്റെ ദശാംശം അവർ കൊടുത്തില്ല. അതിന്റെ കാര്യം എന്തുവാ, അവർക്കറിയാം അവരുടെ കയ്യിൽ ആ സമ്പത്ത് വന്നത് ആര് തന്നതാണ്, ദൈവം തന്നതാണ്. ദൈവം തരാതെ എനിക്കൊരു സമ്പത്ത് കിട്ടത്തില്ല. ഈ ലോൺ എനിക്ക് തിരിച്ചടയ്ക്കണമെങ്കിൽ ആര് തരണം? എന്റെ ദൈവം തരണം. ദൈവം തരണം. ദൈവം തരാതെ എനിക്ക് ആരോഗ്യം ബലവും തന്നാൽ മാത്രമേ അടയ്ക്കാൻ പറ്റൂ. അതുകൊണ്ട് എന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും അതിന്റെ ഒരു ദശാംശം ആർക്ക് കൊടുക്കും? ദേവാലയത്തിൽ കൊടുക്കും. അഭിമാനമുണ്ട് എനിക്ക് ദൈവമക്കളെ കുറിച്ച്. പലപ്പോഴും അഭിമാനമുണ്ട്. എന്നോട് തന്നെ ഞാൻ ചിലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യന്റെ വലിയൊരു എമൗണ്ടിനകത്ത് ഒരു ദശാംശം പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാര്യം എന്തുവാ, അവർക്ക് അതിലും വലിയ വിഷയം കിടക്കുക. അവർക്ക് അതല്ല വിഷയം, അവർ ഇതുകൂടി കണ്ടുവെച്ചിട്ടാണ് അവരത് ചെയ്യുന്നത്. കാര്യം എന്തുവാ, അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഇതുകൂടും കൊടുത്തു കഴിഞ്ഞിട്ട് അവർ ഭയങ്കര മനസ്സാണ്. മനസ്സെന്നല്ല, ഇവിടെ എല്ലാവരുടെ മനസ്സാണ് ഞാൻ പറയുന്നത്, എല്ലാവരുടെ മനസ്സാണ് ഞാൻ പറയുന്നത്. വലിയ കാഴ്ചപ്പാടാണ് ദൈവമക്കളുടെ, വലിയ കാഴ്ചപ്പാടാണ്, മനുഷ്യന്റെ വലിയ കാഴ്ചപ്പാടാണ്. ദൈവം അതിന് ഇരട്ടിയായി എന്ത് ചെയ്യുന്നുള്ളൂ, അനുഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞ എല്ലാവരുടെയും പേര് പേരായിട്ടാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. കാനോണിസ്റ്റ് ഞാൻ പറഞ്ഞു, ഒരു ദിവസം ജോലി ചെയ്തിട്ട് അത് മൊത്തം കൊണ്ടുപോകുന്നു ഇല്ലയോ? സ്തോത്രം. എന്തിനാ ജോലി ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. അവസാനം ഞാൻ അറിഞ്ഞ ഇത് ജോലിക്ക് പോയത് ഇതിനു വേണ്ടി. ഈ വർഷം ഞാൻ ഒന്നും കൊടുത്തേ പറ്റും. സ്തോത്രം. അത് ദൈവം സംസാരിക്കുന്നതാ അല്ലയോ? എനിക്ക് ഇന്ന രീതി എനിക്ക് കിട്ടി, ഞാൻ അതിന് കൊടുത്തിരിക്കും. എനിക്ക് തന്ന ദൈവമാണ്. സ്തോത്രം. ആ കാഴ്ചപ്പാട് ഉണ്ടാവണം ദൈവമക്കൾ, എല്ലാവരും ഉണ്ടാവണം. അതുപോലെ ആരോഗ്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, എനിക്ക് ആരോഗ്യം തന്നിരിക്കുന്നത്, ആയുസ് തന്നിരിക്കുന്നത് ആരാ? എന്റെ ദൈവമാണ്. അതെനിക്ക് അതിന്റെ അംശമാണ് ഞാൻ ദേവാലയത്തിൽ വരുന്ന ആരാധിക്കാൻ. ആ ആരോഗ്യം ശരീരവും എനിക്ക് ആയുസ് തന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നത്. എന്റെ കൂടെയുള്ള പലരും അല്ലെങ്കിൽ ഈ ലോകത്ത് പലരും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുമ്പോൾ എനിക്ക് ആയുസ് തന്നിട്ടുണ്ട്.
ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, എന്റെ മക്കളെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ കൊച്ചുമക്കളെ അനുഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് ദൈവത്തെ ആരാധിച്ചേ പറ്റും, എനിക്ക് ദൈവത്തെ സ്തുതിച്ചേ പറ്റും. ആ ദൈവത്തെ രുചിച്ചറിഞ്ഞ പിന്നെ എന്റെ കർത്താവ് എന്നെ അനുഗ്രഹിക്കുന്നു. അവർക്ക് അംഗീകരിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരല്ല ശപിക്കപ്പെട്ടത്. ശപിക്കപ്പെടാതെ ആരാധനയ്ക്ക് പോകാതെ കുത്തിയിരിക്കുന്നതാ ശപിക്കപ്പെട്ടത്. ആരാധനയ്ക്ക് പോകാതെ കുത്തിയിരിക്കുന്നതാ ശപിക്കപ്പെട്ടത്. സ്തോത്രം. അല്ലെങ്കിൽ ആഴ്ച ഒരു ദിവസം നീ വേർതിരിച്ച് നീ കുറെ ടൈം ആട്ടിവെക്ക് ആരാധനയ്ക്കായി. ദൈവം തന്നെ അനുഗ്രഹിക്കും, കുടുംബത്തെ അനുഗ്രഹിക്കും. ആലയത്തിന് പോകാൻ പറ്റുന്ന സമയത്ത് പോകാൻ പറ്റും. ദൂരെ ആകുമ്പോഴും പോകാൻ പറ്റിയില്ലെങ്കിൽ നീ ആ സമയം ചെയ്യണം, മാറ്റി വെച്ച് ദൈവത്തെ ആരാധിക്കുക. ദൈവം തന്നെ അനുഗ്രഹിക്കും. ആലയത്തിൽ പോകാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യണം? പൊക്കോണം. ആലയത്തിൽ പോകാൻ പറ്റുന്ന രീതിയിൽ എന്ത് റിസ്ക് എടുത്താലും പൊക്കോണം. റിസ്ക് എടുത്ത് പോകുന്നതെല്ലാം ആരുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്? ആലയത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്, പാസ്റ്ററിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്, എന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റും. ദൈവം തന്ന ആലയമാണ്, എനിക്ക് ആരാധിക്കണം. ദൈവമക്കളുമായിട്ട് ഒന്നിച്ചിരിക്കണം, പ്രാർത്ഥിക്കണം. എല്ലാവരും ഒരു വിഷയത്തിന് വേണ്ടി ഒന്നിച്ചങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ തീരണം, ദൈവത്തിന്റെ വിടുതൽ നടക്കും. ആ പൂർണ്ണ ബോധ്യത്തോട് ആരാധനയ്ക്ക് വേണം. നിശ്ചയമായി എന്ത് ചെയ്യും? ദൈവം അനുഗ്രഹിക്കും. ശിശു സ്നാനത്തെ അംഗീകരിക്കാൻ പറ്റത്തില്ല. ശിശു സ്നാനത്തെ അംഗീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ ചിലവര് ഇന്ന് സ്തോത്രം ഹല്ലേലൂയ പേര് പറയാൻ എളുപ്പം ആയിട്ട് പറയുക. സ്തോത്രം. ചില ന്യൂ ജനറേഷൻ സഭയ്ക്കകത്ത് പെട്ടെന്ന് സ്നാനപ്പെടും, വന്നാൽ ഉടനെ പിടിച്ച് സ്നാനപ്പെടും. എന്നിട്ട് അവര് റേസ് ബുക്കിനകത്ത് പേര് വഴി സ്നാനപ്പെടും. ഞങ്ങൾ ഇത്രയും പേരെ സ്നാനപ്പെടും, ഇത്രയും പേരെ പെടും. സ്തോത്രം. ആ സ്നാനത്തിലേക്ക് ഞാൻ വരാൻ പോകുന്നു. ഷണ്ണൻ, സ്തോത്രം, എത്യോപ്യ രാജ്ഞിയുടെ മന്ത്രിയായ ഷണ്ണൻ എവിടെ പോയിട്ട് വരുക? ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോയിട്ട് വരും. പതിവ് പോലെ അവൻ ആരാധനയ്ക്ക് പോകുന്ന സമയമാണ്. ആഴ്ചയിൽ അവൻ ആരാധനയ്ക്ക് പോകും. എന്ത് തിരക്കൊണ്ടാലും ആരാധനയ്ക്ക് പോയിട്ട് മടങ്ങി വരുക. മടങ്ങി വരുമ്പോൾ അന്ന് ആരാധന ആലയത്തിനകത്ത് വായിച്ച ദൈവത്തിന്റെ വചനം അവന് കൺഫ്യൂഷനായി. വചനം അവനോട് സംസാരിക്കാൻ തുടങ്ങി. അവന് കൺഫ്യൂഷനായി. അതിനകത്തൊരു മറുപടി കിട്ടുന്നില്ല. മറുപടി കൊടുക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ ദാസനായ ഫിലിപ്പോസിനെ എന്ത് ചെയ്തിരിക്കുക? ഷണ്ണനുമായിട്ട് ബന്ധിക്കാൻ വിട്ടേക്കുക. മറുപടി കൊടുക്കാൻ വേണ്ടി വിട്ടേക്കുക. ഫിലിപ്പോസിന് അപ്പോഴാണ് മനസ്സിലാവുന്നത് എന്തിനാ ദൈവം വിട്ടേക്കുന്നത്. എവിടുന്ന് വരുമല്ലോ അവൻ? അതുപോലെ അവൻ ആരാധിക്കാൻ പോകുന്നില്ല. അല്ലാതെ ഇന്നലെ കയറി വന്ന് ആരാധിക്കാൻ വന്നിട്ട് സ്നാനപ്പെടാമെന്ന് പറഞ്ഞവനല്ല. അവൻ പതുപോലെ വചനങ്ങളെ ഓരോന്നേ അമികലലിയ സ്തോത്രം വൺ ബൈ ആയി തിരിച്ചറിഞ്ഞ് ആ വചനത്തിനനുസരിച്ച് അവനെ മാറ്റി കൊണ്ടുവരിക. അതുകൊണ്ട് അവൻ അന്ന് കേട്ട ദൈവത്തിന്റെ വചനം അവന്റെ ഉള്ളത്തിനകത്ത് എന്ത് ചെയ്തു? ചോദ്യമായിട്ട് നിൽക്കുക. ചോദ്യമായി ഇതിന് മറുപടി ഇല്ലാത്ത ചോദ്യം. ഇത്ര നാളും വനപ്പോഴും എല്ലാം ദൈവത്തിന്റെ വചനത്തിന്റെ ചോദ്യത്തിനകത്ത് മറുപടി കണ്ടുപിടിച്ച് ആ മറുപടിക്ക് അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ്. ഈ വിഷയം വന്നപ്പോൾ, ഈ വചനം വന്നപ്പോൾ അവന്റെ ഉള്ളത്തിനകത്ത് കുത്തുവണം. സ്തോത്രം. അടുത്ത വാക്യം വായിക്കാം, പെട്ടെന്ന് വായിക്കാം. അവന് തേരിനകത്ത് പോയിക്കൊണ്ടിരിക്കുക. അവന്റെ ഉള്ളത്തിനകത്ത് കേട്ട ദൈവത്തിന്റെ വചനം മാത്രം അവൻ ചിന്തിക്കുക. അവൻ പോകുന്ന യാത്ര, അവൻ പോകുന്ന വഴികൾ, അവൻ ഇരിക്കുന്ന വാഹനമൊന്നും അവൻ ശ്രദ്ധിക്കുന്നില്ല. അവന്റെ മൊത്തം ചിന്ത ഇന്ന് പ്രസംഗിച്ച പ്രസംഗത്തിന്റെ മറുപടിക്ക് വേണ്ടിയാണ്. അതെനിക്ക് മനസ്സിലായില്ല, അതൊന്ന് ക്ലിയർ ആക്കി കിട്ടിയാൽ കൊള്ളാം എന്ന് അവൻ ചിന്തിച്ചുകൊണ്ട് ആരോട് ചോദിച്ചുകൊണ്ടിരിക്കുക? ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാ ഫിലിപ്പോസിനോട് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറഞ്ഞു, ആ തേരിനോട് ചേർന്ന് നീ നടക്ക്. നിനക്ക് വെച്ചിരിക്കുന്ന ജോലി എന്തുവാന്ന് ഞാൻ പറയാം. നീ എന്ത് ചെയ്യണം? തേരിനോടൊപ്പം നടക്ക്. അതാ ഞാൻ പറഞ്ഞ ദൈവമക്കളെ, ദൈവം നമ്മളെ അയച്ചാൽ ഒരു വിടുതൽ നടക്കും. നമ്മൾ ഒരു ഭവനത്തിൽ പോയാൽ, ഒരു വ്യക്തിയെ കണ്ടാൽ, ഒരു വ്യക്തിയോട് സംസാരിച്ചാൽ ദൈവം അയച്ചതാണെങ്കിൽ നിശ്ചയമായ ഉണ്ടാവും, വിടുതൽ നടക്കും. നമ്മളെ ബുദ്ധിക്കകത്ത് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഒന്നും നടക്കത്തില്ല. ദൈവം അയച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? വിടുതൽ നടക്കത്തുള്ളൂ. ദൈവം അയച്ചാലേ അത്ഭുതം നടക്കത്തുള്ളൂ. സ്തോത്രം. എന്റെ അടുത്ത് സ്തോത്രം, എനിക്ക് ദൈവഹിതപ്രകാരമല്ലാത്ത ഒരു കാര്യത്തിനകത്തും ദൈവത്തിന്റെ കൃപയാൽ, ദൈവവചനത്താൽ ഞാൻ എന്ത് ചെയ്യാറില്ല? പോവാറില്ല. സ്തോത്രം. സ്തോത്രം. അതല്ല, പോകേണ്ട അവസരം വന്നെങ്കിൽ ദൈവത്തെ ഉയർത്താൻ എനിക്ക് കിട്ടണം അവസരം, എങ്കിലേ ഞാൻ പോകത്തുള്ളൂ. ഞാൻ പോയാൽ ദൈവത്തെ ഉയർത്താൻ പറ്റണം. പോയില്ല എങ്കിൽ വേണ്ട. പോയില്ലെങ്കിൽ വേണ്ട. സ്തോത്രം. ഒരു ഭവനത്തിനകത്ത് സ്തോത്രം ഇതുപോലെ ഒരു ശിശുസ്നാനം നടത്തിയപ്പോൾ അവർ ഭയങ്കര വലിയ പ്രാർത്ഥന നടത്തി, ഭയങ്കര സദ്യയെല്ലാം, ഭയങ്കര ആഹാരമെല്ലാം വെച്ചു.
എന്നോടും എൻ്റെ കുടുംബത്തെ വന്ന് വിളിച്ചു. എന്നിട്ട് അച്ഛൻ വിളിക്കുമ്പോൾ തന്നെ പറഞ്ഞു, പാസ്റ്റർ നീ പങ്കെടുത്തില്ലെന്ന് ഞാൻ അറിയാം, പാസ്റ്ററിനകത്ത് പങ്കെടുക്കത്തില്ലെന്ന് അറിയാം. പള്ളിയിലാണ് പ്രാർത്ഥന, പള്ളിയിൽ വെച്ചാണ് ഫുഡ് കൊടുക്കുന്നത്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെ മക്കളെല്ലാം സ്തോത്രമാലയിലെ ഗൾഫിൽ നിന്നെല്ലാം വന്നിട്ടുണ്ട്, മരുമക്കളും കൊച്ചുമക്കളും. പാസ്റ്ററിനെ അവർക്കെല്ലാം പരിചയപ്പെടുന്ന മാർഗം സ്തോത്രം. അപ്പോഴ് സ്തോത്രം അവർക്ക് ആകെ 2 ദിവസത്തേക്ക് അവർ വന്നു. പാസ്റ്ററിന് പറ്റുമെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് പാസ്റ്റർ കുടുംബവും ഞങ്ങളോട് ഫുഡ് കഴിക്കാൻ പറ്റും, ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടാൻ, അവരെ ഒന്ന് പരിചയപ്പെടണം. സ്തോത്രം സ്തോത്രം. ഈ പ്രതിഷ്ഠ എന്ന രീതിയിൽ പാസ്റ്റർ കാണുകയും വേണ്ട, അതെല്ലാം പള്ളിയിലാണ് നടക്കുന്നത്. അതിന്റെ എല്ലാം അവിടെ കഴിയും. എവിടെ വെച്ചിട്ടുണ്ട്? വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഞാൻ പാസ്റ്റർ കാര്യം എനിക്കതിനകത്ത് എനിക്ക് പുള്ളിയെ ഒരുപാട് ഇഷ്ടമാണ്. കാര്യം പുള്ളിയുടെ വീട് കുറച്ചുകൂടെ പുതുക്കി പണിതപ്പോൾ സ്തോത്രം പണിതപ്പോൾ എന്നെ വിളിച്ചു. വേറെ ആരെയും വിളിച്ചില്ല, അതിലൊന്നും അങ്ങനെയൊന്നും ആരെയും വിളിച്ചില്ല, എന്നെ വിളിച്ചു. വീടൊക്കെ ഒതുക്കം പണിക്കാൻ എൻ്റെ പ്രാർത്ഥനയുണ്ട് എന്ന് പറഞ്ഞാൽ പാല് കാച്ച് പ്രവാസി അല്ലെങ്കിൽ പുതുക്കി പണിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. വിളിച്ചപ്പോൾ ഞാൻ ചെല്ലുന്നതിന് കുറച്ച് മണിക്കൂർ മുമ്പ് എന്നെ വിളിച്ചിട്ട് വന്നു, പാസ്റ്റർ മെസ്സേജ് കൊടുത്തു. ഞാൻ പറഞ്ഞു പള്ളിയിൽ അച്ഛൻ ഒന്നും പറയത്തില്ല, അച്ഛൻ ഒന്നും പറയത്തില്ല, അച്ഛൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ പാസ്റ്റർ. അപ്പൊ എന്റെ നിന്നെ എന്തുവാ ഈ സുസൂലേക്ക് ഞാൻ ചെല്ലുമ്പോഴും ഈ അച്ഛൻ എനിക്ക് കൊടുത്തു. അച്ഛന് കിട്ടിയ അവസരമാണ്, അച്ഛന്റെ വോട്ട് പോസ്റ്റ് കിട്ടിയ സമയമാണ്. അച്ഛൻ എന്തോലെ എന്നെ കൊട്ടു. സ്തോത്രം. അച്ഛൻ കൊട്ടിയാലും കൊട്ടിയില്ലെങ്കിലും എനിക്ക് പറയാനുള്ള പതിനെ ഞാൻ പറയും. എനിക്ക് കിട്ടുന്ന അവസരവും പറയാൻ കിട്ടുന്ന അവസരവും ഞാൻ പോയി. പക്ഷേ ഞാൻ പോയ പോലല്ല, ഞാൻ ഞെട്ടിപ്പോയി. കാര്യം എന്തുവാ, അവിടുത്തെ അമ്മാമ്മയെ പറഞ്ഞേ പാസ്റ്ററിനെ ഇന്ന് ഇവിടെ സൂക്ഷിക്കാൻ അവസരം കൊടുക്കാം. അച്ഛൻ അവിടെ വായടച്ചു. അച്ഛൻ പറഞ്ഞതുപോലെ പാസ്റ്റർ വന്നിട്ടുണ്ട്, അത് ഇന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇരുന്ന് ഞാൻ ഞെട്ടിപ്പോയി. എനിക്കായിരുന്നു ഫുൾ, ഞാനോട്ട് 10 മിനിറ്റ് എടുക്കും ഫുൾ മെസ്സേജും അച്ഛനാണ് എനിക്ക്. അവസാനം കൊണ്ടുവന്നിട്ട് അച്ഛൻ പൊട്ടിയൊന്നുമില്ല, അച്ഛൻ അവസാനം പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു. അപ്പൊ അത്രയ്ക്ക് ദൈവനാമത്തിന് വില കൊടുക്കുന്ന ഒരു ഭവനം. അപ്പൊ എന്നെ ഇതുപോലെ വിളിച്ചപ്പോ സ്വന്തം ഞാനും എന്റെ കുടുംബം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ചെയ്തു. കാര്യം അവര് ഇത്രയെല്ലാം ഫംഗ്ഷൻ നടന്നിട്ട് ഫുഡ് കഴിക്കാതെ അവരിയ്ക്കുമോ? ആരാ? ഞങ്ങൾ വന്നിട്ട് ഞങ്ങളോടൊപ്പം ഇരിക്കണം, ഞങ്ങളോടൊപ്പം അവരിരുന്നു. ആ സന്തോഷം പങ്കിട്ടു, പ്രാർത്ഥിച്ചു പോയി. അവർ അവിടെ എന്തെങ്കിലും ഒരു പാർട്ടിക്ക് ഓടി വരും. ആ ഭവനത്തെ എനിക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ? ആ ഭവനത്തെ എനിക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ? ആ ഭവനം സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവത്തെ തുമ്പിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. അവരായിരിക്കും ഇനി കുറച്ചു നാൾ കഴിയുമ്പോൾ രക്ഷിക്കപ്പെടുന്നത്, അവരായിരിക്കും മനസ്സാന്തരപ്പെടുന്നത്. അപ്പൊ ദൈവം ഐക്യത ചില കാര്യത്തിനകത്ത് എന്ത് ചെയ്യണം? പൊക്കോണം, പ്രാർത്ഥിച്ചോ. സ്തോത്രം. ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറയാം. സ്തോത്രം. ഈ ചില സമയത്ത് ഈ കുടുംബത്തിൽ ഒരുപാട് വസ്തുവല്ല ഉള്ളത്. ഈ കുടുംബത്തിൽ നിന്നെല്ലാം സ്തോത്രം ഓരോ കൊലയാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. വാഴക്കൊലയാണ്. നമ്മളീ പഴുതിന് എന്ത് ചെയ്യാൻ? 5 പേര് പഴുതിനാണ്. സ്തോത്രം. നമ്മളെന്ത് ചെയ്യും? എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ കൊടുക്കും. സ്തോത്രം. മറ്റു ചിലവർക്ക് അപ്പുറത്തുള്ളവർക്ക് എല്ലാം കൊടുക്കുമ്പോഴും ഇവരെല്ലാം എന്നോട് എന്ന് ചോദിക്കും, നിങ്ങൾക്ക് കൊടുക്കുന്ന പഴം. ഞാനിപ്പോ ഓർക്കും വസ്തുവില്ല, ഞാൻ വാഴത്തൈ വെച്ചിട്ടില്ല, ഞാൻ വളം വെച്ചിട്ടില്ല, ജോലിക്കാരനെ നിർത്തിയിട്ടില്ല, പക്ഷെ എനിക്ക് ഓരോ പോലെയും വന്നിട്ടിരിക്കുക. ഇവരെപ്പോഴും എന്നോട് ചോദിക്കും, നിങ്ങളുടെ വിള എവിടെ? സ്തോത്രം. എന്റെ വിളയെല്ലാം ഒരിടത്ത് വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് എനിക്ക് തരാം. അത് കഴിഞ്ഞപ്പോഴ് കഴിഞ്ഞ ദിവസം ഇതേപോലെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാൻ താമസിക്കുന്ന വീടിന്റെ ഓണർ സ്തോത്രം അവരുടെ കൊല, വലിയൊരു കൊല സ്തോത്രം പഴുത്ത് നിൽക്കുക. പകുതി ഒരു പടലയോളം അന്നം കൊണ്ടുപോയി ഇരിക്കുക. ഞാൻ അച്ഛനെ ഇതുപോലെ കൊലയിക്കുക. ഞാൻ കുറേ നാൾ കൊണ്ട് ഓർത്തോണ്ടിരിക്കുക, ഇത് പാസം തരാം, ഇത് പാസം സ്തോത്രം. ഞാൻ ഓർത്ത് ദൈവമേ ഈ കൊല കൊണ്ട് ഞാനിവിടെ പറയാം സ്തോത്രം തന്ന് മനസ്സോട് തന്നതാ. മനസ്സോട് തന്നപ്പോ അച്ഛനെ ദൈവം എന്തോ രീതി സ്തോത്രം നമ്മൾ ഓണർ ആ വസ്തുവിന്റെ ഓണറിനെ നിശ്ചയമായി ആരനുഗ്രഹിക്കും? അപ്പോഴും നമ്മളെ സുഹൃത്തുക്കൾക്ക് നമ്മൾ അടുത്ത ആൾക്കാർക്കെല്ലാം ഞാൻ വിളിച്ചു കൊടുക്കുമ്പോഴേ അവരെന്നോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ വാഴ, അത് എനിക്ക് വാഴയുണ്ടോ? വസ്തു വേണ്ടതാ. വാഴയ്ക്ക് വാഴ, ചേനയ്ക്ക് ചേന, കാച്ചിലിന് കാച്ചിൽ, മാങ്ങയ്ക്ക് മാങ്ങ, ഇതെല്ലാം ദൈവം തന്നോണ്ടിരിക്കും. ആരാ? എനിക്ക് വസ്തു ഒന്നും വേണ്ട, എനിക്ക് വസ്തു ഒന്നും വേണ്ട. ആര് തരും? ദൈവം തരും. എനിക്ക് തോന്നുന്നു ഇത് സ്തോത്രം ഞാൻ അനുഭവിക്കുന്നതിനായിട്ട് ഇത് കൊടുക്കുമ്പോൾ ഇത് ചോദ്യം കേൾക്കുന്നത് എനിക്ക് ഭയങ്കര രസമാണ് കേട്ടോ. ഇത് കേൾക്കാൻ എനിക്ക് ഭയങ്കര രസമാണല്ലോ. കാര്യം എന്തുവാ? ഒരു വസ്തു ഇല്ലാതെ ഈ സാരം വന്നുകൊണ്ടിരിക്കും. സ്തോത്രം. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നു, ചിലവർ അധ്വാനിക്കും,
ചിലവര് അമികാലിൽ നടും, ചിലവർ അധ്വാനിക്കും, ചിലവർ കൊയ്യും. അനുഭവിക്കുന്ന വേറെ ആൾക്കാർ. സ്തോത്രം. ദൈവം ഒന്നിനും എന്ത് ചെയ്തില്ല, കുറവുകൾ. ഞാൻ ചില സമയത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു കൊലയെല്ലാം വരണം. നമുക്ക് ഈ കൊലയെല്ലാം 1 കിലോ എല്ലാം മേടിക്കുക, ഒരു കൊലയായിട്ടെല്ലാം വരണമെന്നല്ല. ഇപ്പൊ കൊല വന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. അത് വിചാരിച്ച മുതൽ എന്ത് ചെയ്തോണ്ടിരിക്കുക, വന്നുകൊണ്ടിരിക്കുക. നമ്മളധികം പണം കഴിപ്പൊന്നുമില്ല, നമ്മൾ കുറച്ച് പണം കഴിക്കുകയുള്ളൂ. ഷണ്ണന്റെ അടുത്തേക്ക് ആര് പോയി? ഫിലിപ്പോസിനെ അടുപ്പിച്ചു. ഇന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുക, നിങ്ങൾ നിസ്സാരപ്പെടുന്ന, നിങ്ങൾ കരയപ്പെടുന്ന, നിങ്ങൾ നേറിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് കർത്താവ് ദൂത് പറഞ്ഞതുപോലെ അത് നിസ്സാരമാക്കി നിങ്ങൾ തരാൻ പോവുക. നിങ്ങൾ കാലം കൊണ്ട്, ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ചില വേദനകൾ, നിങ്ങളെ ചില പ്രയാസങ്ങൾ, നിങ്ങളെ മാനസികമായി ശാരീരികമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില വിഷയത്തിലേക്ക് ദൈവം ചിലത് അടുപ്പിച്ചുകൊണ്ടിരിക്കുക. ചിലതിലേക്ക് തരാൻ ചില അടുപ്പിച്ചുകൊണ്ടിരിക്കുക. ഷണ്ണന്റെ രഥത്തോട് ഫിലിപ്പോസിനെ അടുപ്പിച്ചതുപോലെ, ഫിലിപ്പോസ് മറുപടി കൊടുക്കാൻ ഫിലിപ്പോസിനെ അടുപ്പിച്ചതുപോലെ ഇന്ന് പകല് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ചില കുടുംബത്തിനകത്ത് ചില വ്യക്തികളുടെ മേലുള്ള ദൈവത്തിന്റെ ദൂത് ഇന്ന് അടുപ്പിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, നീ പ്രാപിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽ നിനക്ക് ധാരാളമായി അത് കൈമാറുക. അതേപോലെ ഒരു കാര്യം ഞാൻ പറയട്ടെ ദൈവമക്കളെ, ദൈവ പൈതൽ ഒരു ദശാംശം സഭയ്ക്ക് തരുമ്പോൾ, ദൈവജനത്തിന് തരുമ്പോൾ, ഞാൻ അന്ന് മുതൽ ബാധ്യസ്ഥനാണ്. ഞാനും എന്റെ കുടുംബവും അതിന് ബാധ്യസ്ഥനാണ്. അന്ന് മുതൽ അതിനു വേണ്ടി പ്രാർത്ഥിച്ചോണം. അവർക്ക് ഒരു ലോൺ എടുത്ത്, ഒരു പ്രയാസം എടുത്ത്, അവരെ ഒരു പ്രതികൂലത്തിന്റെ മധ്യം ദൈവം അവർക്ക് കൊടുത്തു. അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തീരുന്നവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അന്ന് മുതൽ ആര് തന്നിരിക്കുക? ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഓരോ ചിന്തിക്കാശിന്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, 1 ഗ്ലാസ് പച്ചവെള്ളം നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രതിഫലമുണ്ട്. കാര്യം ആ പച്ചവെള്ളം കുടിച്ച ആൾ അന്ന് മുതൽ അതിന് ബാധ്യസ്ഥന, പ്രാർത്ഥിക്കാൻ, അതിനുവേണ്ടി കരുതുവാൻ ബാധ്യസ്ഥന. അവൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞത്, ശിഷ്യന്മാരെ അയച്ചിട്ട് പറഞ്ഞത്, ഒരു ഭവനത്തിലേക്ക് നീ ചെല്ലുമ്പോൾ നിന്നെ അവർ ഏറ്റെടുക്കുന്നെങ്കിൽ പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ അനുഗ്രഹിക്കണം. പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അനുഗ്രഹിച്ചിട്ട് അങ്ങ് പോവും. പക്ഷെ അനുഗ്രഹിക്കേണ്ട ഒരു കർത്താവ് കേട്ടോണ്ടിരിക്കുക. അന്ന് മുതൽ ആ കുടുംബത്തിനകത്ത് ചില മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. അവരെ അനുഗ്രഹിക്കാൻ തുടങ്ങും. അവരെ പിന്നെ അവരെ കടക്കുവാൻ കഴിയത്തില്ല. ഇന്ന് ദൈവം ഇതേപോലെ തന്നെ ഇന്ന് ഫിലിപ്പോസിനെ ഷണ്ണന്റെ രഥത്തോട് അടുപ്പിച്ചത് അവരെ വെളിപ്പെടുത്തി കൊടുക്കാൻ. അതേപോലെ ഇന്ന് പകരം നമ്മളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അടുത്തുകൊണ്ടിരിക്കുക. ചിലത് അടുപ്പിച്ചുകൊണ്ടിരിക്കുക. അറിയുക, ചില തീർന്ന വിഷയത്തിനകത്ത്, ചില കണ്ണുനീരിന്റെ വിഷയത്തിനകത്ത്, ചില മുന്നിന്റെ വിഷയത്തിനകത്ത് യേശുവിനെ പുറത്തു കൊണ്ടുവരാൻ പോകുക. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ. കർത്താവ് ചിലർ അടുപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ചില കൺഫ്യൂഷന്, നമ്മുടെ ചില ചോദ്യചിഹ്നത്തിന്, ചില നെഗറ്റീവ് ചിന്തകൾക്ക് ഇന്ന് പോസിറ്റീവ് എനർജി തരുന്ന രീതിയിലുള്ള ചില വിടുതലുകളെ കർത്താവ് കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ബലത്തോടെ, പൂർണ്ണ ശക്തിയോടെ അതിന് പ്രാപിച്ചോ, ഇത് ദൈവം നിശ്ചയമായി നമ്മളെ അനുഗ്രഹിക്കും. അടുത്ത വാക്യം വായിക്കാം.
കണ്ടോ? ഫിലിപ്പോസ് ഓടി അടുത്തോട്ട് ചെന്നപ്പോൾ യെശയ്യാ പ്രവചനന്റെ പുസ്തകം എടുത്ത് ആര് വായിച്ചുകൊണ്ടിരിക്കുക? എന്താ പറഞ്ഞാൽ അവൻ കേട്ട ദൈവത്തിന്റെ വചനം ഇന്നതാ. അവൻ അതിന്റെ പൊരുള് കിട്ടാതെ അവൻ ഉറക്കം വരുത്തില്ല. അവൻ കേട്ട ദൈവത്തിന്റെ വചനത്തിന്റെ പൊരുള് കിട്ടാതെ അവന് ഉറക്കം വരുത്തില്ല. അവൻ കൺഫ്യൂഷനാണ്. അവൻ പിന്നെയും എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുക. ഫിലിപ്പോസ് അവനോട് ചേർന്ന് അങ്ങോട്ട് നിന്നു. ഫിലിപ്പോസ് അങ്ങോട്ട് ചോദിക്കാൻ പോവാ. അടുത്തത് സ്തോത്രം. ഫിലിപ്പോസ് അവനോട് ചോദിച്ചു, നീ കേട്ട ദൈവത്തിന്റെ വചനം, നീ വായിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ പൊരുള് നിനക്ക് വെളിപ്പെട്ടോ? അപ്പോഴ് അവൻ എടുത്ത് വായിക്കുന്ന ഈ പൊരുള് ഒരാൾ വെളിപ്പെടുത്തി തരാതെ എങ്ങനെ മനസ്സിലാവും? ഇന്ന് ഭയങ്കര വചന പ്രസംഗമാണ്, ഭയങ്കര പരസ്യോഗത്വ, കൺവെൻഷൻത്വ, ഭയങ്കര വലിയ പ്രാർത്ഥന, ഇളക്കിക്ക് പെരുപ്പമാണ്. പക്ഷെ ഒന്നും അവിടെ നടക്കുന്നില്ല. കാരണം ഇതൊന്നും അവർ പ്രവർത്തിയില്ല. ഇന്ന് ഞാൻ പ്രസംഗിച്ചിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്റെ പ്രവർത്തിയിലില്ല എങ്കിൽ സ്തോത്രം, ഞാൻ പ്രസംഗിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. ഞാൻ ഇന്ന് പകല് ദൈവമക്കളെ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം. സ്തോത്രം, എന്റെ സ്തോത്രം മാതാവ് ആയാലും എന്റെ പിതാവായാലും എന്റെ സഹോദരങ്ങളായാലും പലരിൽ നിന്ന് ബന്ധമില്ലാതെ മാറി നിൽക്കുന്ന ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് ആ പ്രമാണത്തിന് മുഖ്യസ്ഥാനം കൊടുത്തത് കൊണ്ട് കാര്യം സ്തോത്രം, അവര് ജാതിയാത്ത് ദൈവത്തെ അറിയാത്തൊരു കുടുംബമായിരുന്നെങ്കിൽ ഞാൻ അവരുമായിട്ട് ചേർന്ന് നിന്നേനെ. അവരറിയില്ലായ്മ എന്ന് പറയും. അവര് പാരമ്പര്യമുള്ള ദൈവസഭയ്ക്കകത്തും ദൈവ പൈതലായിട്ട് പൂർണ്ണമായി ജീവിച്ചു കഴിഞ്ഞിട്ട് ദൈവമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട് എന്റെ അപ്പനായാലും എന്റെ അമ്മയായാലും എന്റെ സഹോദരനായാലും ഞാൻ മോർത്ത് നോക്കി പറഞ്ഞു, നിങ്ങളുമായിട്ട് എനിക്ക് ചേരാൻ പറ്റത്തില്ല. കാര്യം വ്യവസ്ഥയില്ല. ദൈവവചന പ്രകാരം നിങ്ങളുമായിട്ട് എനിക്ക് ചേരാൻ വ്യവസ്ഥയില്ല. കാര്യം എന്തുവാ? നിങ്ങൾ പ്രമാണം അറിയാത്തൊരു വ്യക്തിയായിരുന്നെങ്കിൽ നിശ്ചയമായി ഞാൻ നിങ്ങളുമായിട്ട് ചേർന്നത്. പക്ഷെ നിങ്ങൾ പ്രമാണം അറിയുന്ന വ്യക്തിയാണ്. നിങ്ങൾ ക്രിസ്ത്യമായ 3-4 പാരമ്പര്യത്തിനകത്തുള്ളവരാ, ജനറേഷനകത്തുള്ളതാ. എന്നിട്ട് നിങ്ങൾ ഈ പ്രമാണത്തെ ഒരു വിലയുമില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചേരാൻ പറ്റത്തില്ല. അല്ലാതെ എനിക്ക് പുറമേ കാണിക്കുന്ന പോലെ ചക്രവാക്ക് പറഞ്ഞു നിൽക്കാൻ എനിക്ക് അറിയത്തില്ല. എനിക്ക് ഒറ്റ വാക്ക് അറിയത്തുള്ളൂ, ഒന്നിനോ അല്ലെങ്കിൽ ഇല്ല. സ്തോത്രം, ഒന്നിനോ അല്ലെങ്കിൽ യെസ്. ഈ 2 കാര്യമേ ഉള്ളൂ. ഇല്ല ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെ, ഓക്കെ ആണോ ഓക്കെ. സ്തോത്രം, ദൈവവചനത്തിനകത്ത് പ്രമാണത്തിനകത്ത് പറയുന്നുണ്ട്, വചനം വിട്ട് പോകുന്ന ഒറ്റ ഒരുത്തനെ ആർക്കും വേണ്ട, ദൈവത്തിന് വേണ്ട. സ്തോത്രം, ദൈവവചനത്തിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ കടല് കടന്നു, കര കടന്നു, ദേശം ചുറ്റി അനേകരെ നേടിയിട്ട് നിങ്ങൾ അവരെ നിങ്ങളാട്ടി വലിയ നാശക്കൊടിയിലേക്ക് കൊണ്ടുപോകല്ലേ. കാര്യം എന്തുവാ? നിങ്ങൾക്ക് ഇതുമായിട്ട് ഒരു ജീവിതവും ഇല്ലാതെ ഇതിനെ കൊണ്ടുവന്നിട്ട് രക്ഷിക്കപ്പെടുത്തി കൊണ്ടുവരുക, വലിയ പരസ്യവും നടത്തുക, അന്വേഷണം നടത്തുക, വലിയ ആളെ കൂട്ടിയിട്ട് ഇതുമായിട്ട് ഒരു ബന്ധം നിനക്കില്ല എങ്കിൽ നീ കൊണ്ടുവരുന്നതെല്ലാം നീ കണക്ക് പറഞ്ഞേ പറ്റും. ദൈവത്തിന് ഒരിക്കലും ഇതിനോടൊന്നില്ല യോജിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്, കൂടുതൽ ഒരു വിശേഷം ഒന്നും പറയല്ല, പറയാൻ പറ്റുന്നതൊക്കെ പറഞ്ഞോ, നേടിക്കോണം. സ്തോത്രം. ഒരുപാട് പേർന്നത് പറഞ്ഞ് ജീവിതമില്ലാതെ ഉമ്മ എന്ന് പറയാനുള്ള കാര്യമല്ല ദൈവവചനം. ദൈവവചനം എന്ന് പറയുന്നത് ജീവിക്കാവുന്നതാണ്. പൂർണ്ണ ഹൃദയത്തോട് അത് ഏറ്റെടുത്ത് ജീവിക്കാവുന്നതാണ്. സ്തോത്രം. എന്നോട് ഞാൻ വസിക്കുന്ന സ്ഥലത്തും എല്ലാം എന്നോട് ചില ദേഷ്യം, വ്യക്തിപരമായ ചിലർക്ക് പെന്തിക്കോസുകാർക്ക് ദേഷ്യം. കാര്യം എന്തുവാ? ഞാൻ അവിടെ നിന്ന് കയറി ഇറങ്ങി നടക്കത്തില്ല, ഞാൻ അവർ വിളിച്ചൊന്നും ചെല്ലത്തില്ല. കാര്യം എനിക്ക് വ്യവസ്ഥ ഇല്ലാത്തടത്തൊന്നും എന്ത് ചെയ്യത്തില്ല, ഞാൻ പോകത്തില്ല. ദൈവവചനത്തിന് വ്യവസ്ഥയില്ലാതെ, ദൈവവചനത്തിന് ജീവിതമില്ലാത്ത ഒരു വ്യക്തിയോടും ഒരു ബന്ധത്തിന് ഞാൻ പോകത്തില്ല. കാര്യം എനിക്ക് ആ ബന്ധം വേണ്ട. അതിൽ നിന്ന് നന്മ കിട്ടിയാലും അതിൽ നിന്ന് സന്തോഷം കിട്ടിയാലും എനിക്കത് വേണ്ട. എനിക്ക് വേണ്ടത് കർത്താവിന്റെ സന്തോഷം മതി, ദൈവം തരുന്നത് മതി. ദൈവം തരുന്നത് എന്ത് ചെയ്യത്തുള്ളൂ? നാം ഈ നിലനിൽക്കത്തുള്ളൂ. അത് മാത്രമേ ദൈവം അനുഗ്രഹിക്കുള്ളൂ. സ്തോത്രം. അടുത്ത വാക്യം ഒന്ന് വായിക്കാം. സ്തോത്രം. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗം ഫിലിപ്പോസിനോട് പറയുക, ഗ്രഹിച്ചു തരുവാൻ. ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചവൻ പറയാം, ഗ്രഹിപ്പിക്കാൻ എനിക്ക് ആരുമില്ല. ഒരാൾ ഗ്രഹിപ്പിച്ചു തരാൻ വേണ്ട. സ്തോത്രം. ഉടനെ ഫിലിപ്പോസിനെ എന്ത് ചെയ്തു? പിടിച്ച് അവന്റെ വണ്ടിക്കകത്ത് കയറ്റി, അവനോടൊപ്പം കയറ്റി, രഥത്തിനകത്ത് കയറ്റി. എന്നിട്ട് അവൻ വായിച്ച ഭാഗം എടുക്കുമോ? വായിക്കണം. സ്തോത്രം. യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് സ്തോത്രം അന്ന് യെശയ്യാ പ്രവചനത്തിനകത്ത് വെളിപ്പെടുത്തി കൊടുക്കുന്നത്.
കർത്താവ് നമുക്ക് വേണ്ടി മൗനമായി നിന്നു. അറുക്കുവാൻ കൊണ്ടുവന്ന ആടിനെ പോലെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോഴും കർത്താവിന്റെ മേൽ പല കുറ്റങ്ങളും ആരോപിക്കുമ്പോഴും കർത്താവ് അവർക്ക് മറുപടി പറയാതെ മൗനമാറ്റുന്നു. ആരെ നേടാൻ വേണ്ടി? നമ്മളെ നേടുവാൻ വേണ്ടി. നമ്മുടെ എല്ലാ പാവത്തെയും ആരങ്ങ് വഹിച്ചു? കർത്താവ് വഹിച്ചു. ഈ വചനഭാഗത്തിന്റെ വെളിപ്പാടുകളാണ് ഷണ്ണൻ കേട്ടതും ഷണ്ണൻ വായിക്കുന്നതും ഷണ്ണൻ ഗ്രഹിക്കാതിരിക്കുന്നതും. യേശു ക്രിസ്തു എന്തെന്ന് അവന് മനസ്സിലാവുന്നില്ല. യേശു ക്രിസ്തു ആരെന്ന് അവന് മനസ്സിലാവുന്നില്ല. ഫിലിപ്പോസ് യേശു ക്രിസ്തുവിനെ കുറിച്ച് അവനെ വെളിപ്പെടുത്തി കൊടുക്കുക. സ്തോത്രമായിട്ട് വാക്ക്. അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഷണ്ടൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനം ഏൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. സ്തോത്രം. കണ്ടോ, ഞാൻ പറഞ്ഞു ഇത് പല ന്യൂജനറേഷൻ സഭയ്ക്കകത്തെല്ലാം 10 വയസ്സ് സ്തോത്രം 8 വയസ്സുള്ളവരെല്ലാം പിടിച്ച് സ്നാനപ്പെടുത്താറുണ്ട്. അല്ല, ഇന്നലെ അങ്ങോട്ട് വന്ന് കയറിയാലുള്ളതിനെ പിറ്റേന്ന് അവിടെ സ്നാനമാണെങ്കിൽ അവരെ പിടിച്ചു എന്ത് സ്നാനപ്പെടുത്താറുണ്ട്. ഷണ്ണൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അവന് അപ്പോഴും മുതൽ ദാഹം തുടങ്ങി. അവൻ യേശുവിനോടൊപ്പം ജീവിക്കുക, അവന് ദൈവപൈതലായി തീരാൻ പറ്റണം. ഈ സ്തോത്രം, ഞാൻ ഇത്രയും നാളും ദൈവപൈതലായിട്ടാണ് ജീവിച്ചത്. പക്ഷെ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്. ഈ ഇങ്ങനൊരു രക്ഷിതാവുണ്ടെന്ന് ഇപ്പോഴാണ് കേൾക്കുന്നത്. ഞാൻ സ്തോത്രം, ഞാൻ കേട്ട ദൈവത്തിന്റെ വചനപ്രകാരം കേട്ട വചനം, എനിക്കതുപോലെ വിഷയം കേട്ട ദൈവവചനം അങ്ങോട്ട് ഗ്രഹിച്ചപ്പോഴേ ചെയ്യാൻ തയ്യാറാണ്, ചെയ്യാൻ തയ്യാറാണ്. നമ്മളെല്ലാം എന്തുവാ കേട്ട ദൈവവചനം ഗ്രഹിച്ചു, അനേകം കാലങ്ങൾ കഴിഞ്ഞ് അത് കൊണ്ടുപോയി ശരിയാവും ഇല്ലയോ എന്നെല്ലാം മനസ്സിലാക്കിയില്ല. ഇതൊന്നുമല്ല. ആ തീക്ഷ്ണത നോക്കിക്കോണം. ഈ ഷണ്ണന്റെ തീക്ഷ്ണത നോക്കിക്കോണം. ഈ ഷണ്ണന്റെ സ്നാനം എടുത്തോണ്ട് ചിലവർ പെട്ടെന്ന് സ്നാനപ്പെടുന്ന വ്യക്തിയല്ല. ഇദ്ദേഹം വചനം കേൾക്കുന്ന കുറെ കാലങ്ങൾ കൊണ്ട് വചനം കേട്ട് വചനത്തിന് കീഴ്പ്പെട്ട് വചനത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഈ വചനം കേട്ടപ്പോൾ പുള്ളിക്ക് എന്തുവാന്ന് അറിയത്തില്ല, ഇത് എന്തുവാ ഗ്രഹിച്ചിരിക്കണം. അപ്പോഴാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഫിലിപ്പോസ് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ പുള്ളി അപ്പോഴും തീരുമാനം എടുക്കുക, എനിക്ക് സ്നാനപ്പെട്ടേക്കും. വെള്ളം കണ്ട സ്ഥലമായപ്പോഴേ രഥം നിർത്തിച്ചിട്ട് ക്ഷണം പറയുക, എനിക്ക് സ്നാനപ്പെടണം, എനിക്ക് ഈ സ്നാനപ്പെടുന്നതിന് ഈ വെള്ളം വിലക്കൂ, എനിക്ക് തടസ്സമാവൂ, ഈ വെള്ളത്തിൽ എനിക്കൊന്ന് സ്നാനപ്പെടാൻ പറ്റൂ. തീരുമാനം, ഇത്രയും തീക്ഷ്ണതയുള്ള തീരുമാനം എടുത്ത ഒരു ദൈവത്തിൽ വേറെ കാണത്തില്ല ബൈബിളിലാണ്. ഇത്രയും കർത്താവ് എന്തു പറഞ്ഞാലും ചെയ്യാൻ തയ്യാറുള്ള ഒരു തീക്ഷ്ണത. കർത്താവ് എന്തു പറഞ്ഞാലും ഈ വ്യവസ്ഥയോട് ചെയ്താലേ ഞാൻ യേശുവോട് ചേരത്തുള്ളൂ. നിങ്ങൾ പറയുന്ന യേശുവോട് ചേരണമെങ്കിൽ സ്നാനം എനിക്ക് തടസ്സമാണോ? സ്നാനപ്പെട്ടാലേ പറ്റുമോ? ക്ഷണം ചോദിക്കുമോ? സ്നാനപ്പെട്ടേ പറ്റുമോ? സ്നാനപ്പെടാൻ എനിക്ക് വല്ല തടസ്സമുണ്ടോ? എന്റെ ജീവിതത്തിന് വല്ല തടസ്സമുണ്ടോ? ഞാൻ സ്നാനപ്പെടുത്തു, എന്നെ ഒന്ന് സ്നാനപ്പെടുത്തു, എനിക്ക് എന്റെ യേശുവിനോടൊന്ന് ചേരണം. ആ ദാഹം ആരോട് ചേരാൻ? യേശുവിനോടൊപ്പം ചേരുവാൻ, യേശുവിന് വേണ്ടി ജീവിക്കാൻ. വളരെ കറക്റ്റായിട്ട് എല്ലാ ആഴ്ചയിലും ആരാധനയ്ക്ക് പോകുന്നവനാ, ദേവാലയത്തിൽ പോകുന്നവനാ. തിരിച്ചു വരുമ്പോഴാ കേട്ട ദൈവത്തിന്റെ വചനം അവന് കൺഫ്യൂഷനായി. ആ ദൈവവചനം അവൻ റിപ്പീറ്റ് ചെയ്ത് വായിച്ചിട്ട് അവന് ഗ്രഹിച്ചില്ല. ഫിലിപ്പോസിനെ ദൈവം ഗ്രഹിച്ചു. തോന്നാം ഇന്ന് എത്ര പേരെ ദൈവം അയച്ചു, എത്ര ദൂതുകൾ നമ്മളോട് പറഞ്ഞു, എന്നിട്ട് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, ബലപ്പെടുന്നില്ല. നമ്മൾ പിന്നെയും പ്രതികൂലം വരുമ്പോ, പ്രയാസം വരുമ്പോ പതറിപ്പോവുക. ഫിലിപ്പോസിനെ അയച്ചു. യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പറയുന്നത് കേട്ടപ്പോഴേ പറയുമോ, എനിക്ക് ആ യേശുവിനോടൊപ്പം ചേരണം, ഞാൻ യേശുവിന്റെ പൈതലാവണം. അതിന് ഈ വെള്ളം തടസ്സമാണോ? ഈ വെള്ളത്തിൽ സ്നാനപ്പെടുത്താൻ പറ്റും. സ്തോത്രം. അടുത്തത് കണ്ടോ, അടുത്തത് ഫിലിപ്പോസ് പറയുക, നീ ഇത് പൂർണ്ണ മനസ്സോടെ നീ വിശ്വസിക്കുന്നെങ്കിൽ ഈ സ്നാനം നിനക്കാവും. സ്നാനം നിന്നെ വിലക്കത്തില്ല. നിനക്ക് സ്നാനപ്പെടാം, ദൈവത്തിന്റെ പൈതലാവാം, നീ ദൈവത്തിനുള്ളതാവാം. പക്ഷെ എന്ത് ചെയ്യണം? നീ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിൽ ഫിലിപ്പോസ് പറഞ്ഞു. ഫിലിപ്പോസ് ചോദിച്ച ചോദ്യത്തിനകത്ത് ഷണ്ണൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് വിശ്വസിക്കുന്ന ഒരു വാക്ക് മാത്രമല്ല, അതിനകത്ത് അടുത്ത വാക്കുകളും പറയും. എന്തുവാ? യേശു ക്രിസ്തു ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തു ദൈവമെന്ന് വിശ്വസിക്കുന്നു.
അപ്പൊ യേശുക്രിസ്തു ദൈവമെന്ന് ക്ഷണം വിശ്വസിക്കുന്ന കാലഘട്ടത്തിനകത്തൊരു വിഷയമുണ്ട്. എന്തുവാ? യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു. യേശുക്രിസ്തുവിനെ ആരും ദൈവമെന്ന് സ്വീകരിക്കല്ലേ, ദൈവത്തിന്റെ പുത്രനെന്ന് സ്വീകരിക്കല്ലേ എന്ന് ആമേൻ സ്തോത്രം യഹൂദന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, മഹാപുരോഹിതന്മാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് യേശുക്രിസ്തു ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കൂട്ടത്തിനകത്തുള്ളവരാ അവൻ പറയുക, യേശുക്രിസ്തുവിനെ കുറിച്ച് അവൻ തിരിച്ചറിഞ്ഞപ്പോൾ പറയുക, യേശുക്രിസ്തു ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഫിലിപ്പോസ് എന്ത് ചെയ്തു? അടുത്തത് അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ഡനും ഇരുവരും വെള്ളത്തിലിറങ്ങി. അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. സ്തോത്രം. ഫിലിപ്പോസും ഷണ്ഡനും വെള്ളത്തിനകത്ത് ഇറങ്ങി. ആര് സ്നാനപ്പെടുത്തി? ഫിലിപ്പോസ് അവനെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവനെ ജലത്തിൽ സ്നാനപ്പെടുത്തി. അവൻ ദൈവപൈതലായി. പിന്നെ ഫിലിപ്പോസിനെ ദൈവത്തിന്റെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി. ക്ഷണം പിന്നെ കാണുന്നില്ല. കരയിൽ കയറി വന്നപ്പോൾ പിന്നെ ആരെ കാണുന്നില്ല? ഫിലിപ്പോസിനെ കാണുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് അവനെ എടുത്തുകൊണ്ടുപോയി. സ്തോത്രം. ഇന്ന് പല ദൂതും നമ്മൾ കേട്ട, ഈ പുതിയ ദൂതൊന്നും കേൾക്കണ്ട. കേട്ട ദൂത് തന്നെ മതി, കേട്ട ആലോചന തന്നെ മതി. ഒരുപാട് ആലോചനയുണ്ട്. നമ്മളെ ഫ്യൂച്ചറിലേക്കുള്ള എല്ലാ ആലോചനയുണ്ട്. നീ പുതുതായിട്ടൊന്നും നീ കേൾക്കണ്ട. നീ കേട്ടതിൽ അങ്ങ് ബലപ്പെട്ടാൽ മതി, കേട്ടതിൽ ഞാൻ ഉറച്ചാൽ മതി, കേട്ടതിൽ നീ വിശ്വസിച്ചാൽ മതി. ഇന്ന് പകല് കേട്ടതുപോലെ ഈ കേട്ടത് എന്റെ കുടുംബത്തിന് കിട്ടും, എന്റെ ജീവിതത്തിനകത്ത് കിട്ടും. ഞാനും എന്റെ കുടുംബം അനുഭവിക്കും. അതിനെന്ത് പ്രതികൂലം വന്നാലും, എന്ത് വെല്ലുവിളി വന്നാലും ഞാനും എന്റെ കുടുംബം അനുഭവിക്കും. കാര്യമില്ല, എന്റെ ദൈവം എന്നോട് പറഞ്ഞ ദൂത എനിക്ക് പുതുതായിട്ടൊന്നും കേൾക്കണ്ട. വീണ്ടും വീണ്ടും കേട്ടെനിക്ക് ബലപ്പെടണം. ഞാൻ കേട്ടത് കേട്ടെനിക്ക് ബലപ്പെട്ടാൽ മതി. ഞാൻ കേട്ടത് ചിന്തിച്ചാൽ ബലപ്പെടാനേ ഉള്ളൂ. അതിനപ്പുറമായി വേറെ ഒന്നുമില്ല. എന്റെ യോഗ്യതയ്ക്കും അപ്പുറമുള്ള നന്മകൾ, എന്റെ യോഗ്യതയ്ക്കും അപ്പുറമുള്ള വാർത്തകൾ, എന്റെ യോഗ്യതയ്ക്കും അപ്പുറമുള്ള അനുഗ്രഹങ്ങൾ എന്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനും എന്റെ കുടുംബം അത് പ്രാപിക്കും. ഓ, ഞാനും എന്റെ കുടുംബം അത് പ്രാപിക്കും, 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 പ്രാപിക്കും. പുതുതൊന്നും കേൾക്കണ്ട, കേട്ടത് മതി. ആ കേട്ടത് ഞാനും എന്റെ കുടുംബം അനുഭവിക്കാൻ പോവാ. അതിനെതിരെ നിൽക്കുന്ന എല്ലാ ശുദ്ധ ശത്രുത മുഖങ്ങളും ഇന്ന് യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറാൻ പോകുന്നു. ഓ ഓ ഓ ഓ അസാധ്യമായി ഒന്നുമില്ല. ഞാൻ കേട്ട ദൈവത്തിന്റെ പകരമതിക്ക് മതി, കേട്ട ദൂതനിക്ക് മതി. അതിനപ്പുറമായി ഒന്നുമില്ല. ഇന്ന് പകരം പ്രവൃത്തിയാക്കി തരുവാൻ ശക്തനായവൻ എന്റെ മതികളുണ്ട്. യേശുവിന്റെ മതികളുണ്ട്. ഇന്ന് പകരം ഞാനും എന്റെ കുടുംബം അത് അനുഭവിക്കാൻ പോവാ. അതിന് പ്രതികൂലമായി നിൽക്കുന്നതല്ല. ഇന്ന് പകരം ദൈവം അടിച്ചു മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ ദൂതത്തിനകത്ത് വെളിപ്പെടാൻ പോവാ. Yes. Amen. സ്തോത്രം. സ്തോത്രം. ഇന്ന് പല സഭകൾക്കകത്ത്, സഭയ്ക്കകത്ത് ക്ഷീണിച്ചു പോകുന്ന അവസ്ഥയിലേക്ക്, സഭ ക്ഷീണിച്ചു പോകുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ സഭയ്ക്കകത്ത് ചില വ്യവസ്ഥ, വചനപ്രകാരമുള്ള വ്യവസ്ഥയില്ലാത്ത ജീവിതത്തിലേക്ക് സഭ പോകുന്നതിന്റെ ഏറ്റവും വലിയ കാരണം ഒന്ന്, സ്തോത്രം, പണ്ട് പിതാക്കന്മാർ വില കൊടുത്തിറങ്ങിയവർ. പണ്ട് പിതാക്കന്മാർ കർത്താവിന്റെ സന്നിധിയിൽ വില കൊടുത്ത് ഇതേപോലെ കാഴ്ചപ്പാടോട് ഇറങ്ങിയതാ. ക്ഷണനെ പോലെ ആ സെക്കൻഡിൽ യഥാർത്ഥ ദൈവത്തെ അറിഞ്ഞപ്പോ പറഞ്ഞു, ഞങ്ങൾ ഇനി ജീവിക്കുന്നത് ഒന്നുമല്ല, ഞങ്ങൾക്ക് വേണ്ടത് ആ കർത്താവ് മതി. അങ്ങനെ ഇറങ്ങി തിരിച്ചവരെ എല്ലാം സ്വന്തം വീട്ടിൽ വീതം പോലും കൊടുക്കാത്തവരുണ്ട്, അവരുടെ കുടുംബസ്വത്ത് പോലും കൊടുക്കാത്തവരുണ്ട്, ഒന്നും മേടിക്കാതെ ഇറങ്ങിപ്പോയവരുണ്ട്. സ്തോത്രം. ഇറങ്ങിപ്പോയ തലമുറകളുണ്ട്. ഇന്ന് അവരുടെ 3-4 തലമുറ ഇരിക്കുന്നത് ഏറ്റവും ടോപ്പിലാണ്. ദൈവം അവരെ അനുഗ്രഹിച്ചു.
അന്ന് അവരതെല്ലാം ഉപേക്ഷിച്ച് ആർക്ക് വേണ്ടി വന്നു? കർത്താവിന് വേണ്ടി വന്നപ്പോൾ, കർത്താവിന്റെ നാമത്തിൽ ഉപേക്ഷിച്ച് അവർ പുറത്തു വന്നപ്പോൾ അവർ ഏറ്റവും അനുഗ്രഹത്തിലേക്ക് ദൈവം അവരെ അനുഗ്രഹിച്ചു. അന്നത്തെ തലമുറയ്ക്ക് ഈ സ്വത്തോ പണമോ അല്ലെങ്കിൽ അധികാരമോ ഇതൊന്നും അല്ല പ്രാധാന്യം. അവർക്ക് പ്രാധാന്യം കർത്താവായ യേശു ക്രിസ്തുവായിട്ടുള്ള ജീവിതത്തിന് പ്രാധാന്യം. സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? യേശുവിനോട് ചേരുക. അതാണ് അവർക്ക് പ്രാധാന്യം. ഇന്ന് ഷണ്ണനും അതൊന്നും അല്ല. ഷണ്ണന് വേറെ കാര്യങ്ങളോ വ്യവസ്ഥയോ ഒന്നുമല്ല ഷണ്ണന് വേണ്ട. യേശു ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ ഷണ്ണ പറയുക, യേശു ക്രിസ്തു എന്റെ ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അതേപോലെ അന്നത്തെ പിതാക്കന്മാർ ആ കാഴ്ചപ്പാടോട് വന്നതുകൊണ്ടാണ് ഇന്ന് പെന്തിക്കോസ്ത് സഭ ഇത്രയും വളർന്നത്. പെന്തിക്കോസ്ത് സഭയ്ക്കകത്ത് ഇപ്പോഴത്തെ ആത്മീയ തേജസ്സോട് വളർന്നതല്ല. അന്നത്തെ പിതാക്കന്മാര് വില കൊടുത്തിറങ്ങിയതിന് ദൈവം അനുഗ്രഹിച്ചതാ. പെന്തിക്കോസ്ത് സഭയെ ദൈവം അനുഗ്രഹിച്ചതാ. പെന്തിക്കോസ്തുകാരെന്ന് ഒരുത്തനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഒരുതരം നികിഷ്ടമായിട്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കുന്ന കാലമുണ്ടായിരുന്നു. ഇന്ന് പെന്തിക്കോസ്തുകാരെന്ന് പറഞ്ഞാൽ കൈ കൊടുത്ത് കയറ്റി. കാര്യം എന്തുവാ? ഏറ്റവും അനുഗ്രഹപ്പെട്ടവരുടെ ലെവലിലേക്ക് ആര് മാറ്റി? ദൈവം മാറ്റി. സ്തോത്രം. ഞാനപ്പോ ഓർക്കുക, ഇന്നത്തെ തലമുറയ്ക്കകത്ത്, ഇന്നത്തെ സഭയ്ക്കകത്ത് എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത്, പ്രതികൂലങ്ങൾ വരാൻ തുടങ്ങിയത്? ദൈവമായിട്ടുള്ള ബന്ധത്തിൽ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ വരാൻ തുടങ്ങിയത് എന്തുകൊണ്ട് എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു കാര്യത്തിനകത്ത് ദൈവം എന്നെ വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. പിതാക്കന്മാർ വില കൊടുത്തിറങ്ങിയവർ. അന്ന് തലമുറകൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തലമുറകൾ പറയുന്നത് കേട്ട് പോകുന്ന പിതാവല്ല. തലമുറകൾ എന്തെങ്കിലും ലോകപരമായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ പിതാവും അന്നത്തെ മാതാപിതാക്കന്മാരെന്ത് ചെയ്യും? ശിക്ഷ കൊടുത്തിരിക്കും. ഒരു മാറ്റവും. അവരെ ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ശിക്ഷ കൊടുത്തിരിക്കും. സ്തോത്രം. ചിലവർക്ക് ചില മക്കൾക്ക് ആഹാരം കൊടുക്കത്തില്ല. ഇനി നീ ആഹാരം കഴിക്കണ ഏറ്റു പറഞ്ഞിട്ട് ആഹാരം കഴിച്ചാൽ മതി. സ്തോത്രം. ഇന്നത്തെ മാതാപിതാക്കളെ പോലെ അല്ല. അന്ന് എത്ര മക്കളുണ്ട്? 10, 8, 12 മക്കളുണ്ട്, 13 മക്കളുണ്ട്. ഈ മക്കൾക്ക് ദൈവത്തിന്റെ സന്നിധി കറക്റ്റ് അല്ല എങ്കിൽ ഞാൻ ഓർക്കുക, ഇന്നിപ്പം സ്തോത്രം എനിക്ക് 3 മക്കളുണ്ട്. 3 മക്കളെ അവരുടെ പോക്കും വരവും പലപ്പോഴും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. അന്ന് 10, 12 ഉള്ളവരെ അവർക്ക് കണ്ടുപിടിക്കാൻ അറിയാം. മാതാപിതാക്കൾക്ക് എവിടെ പോയി എന്താ പോയി അപ്പടെ പൊക്കും. മറുപടി ഇല്ല എടുക്കാൻ. ദാരിദ്ര്യത്തിന്റെ അവസ്ഥയാണ്, പ്രതികൂലത്തിന്റെ അവസ്ഥയാണ്. എങ്കിലും അവർ വിശ്വാസ പ്രമാണത്തിന് മാതാപിതാക്കൾ പ്രാധാന്യം കൊടുക്കും. അതിനകത്ത് ഒരു എക്സ്ക്യൂസും. പക്ഷെ ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ പിള്ളേർ പറയുന്നത് അപ്പനും അമ്മയും ഭയങ്കര വിശ്വാസമെല്ലാം പറയുന്ന അപ്പനും അമ്മയാണ്. മക്കൾ കുറച്ചു കാലം കഴിയുമ്പോൾ മക്കളെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചാടിപ്പോയാൽ മക്കളെ തിരുത്തുമല്ല, മക്കളോടൊപ്പം ഒന്ന് പോവുക. എവിടെ പോയി അവരുടെ വിശ്വാസം ഒന്നും അറിയത്തില്ല. പ്രഭാണം എവിടെ നിന്ന് പോയാൽ അവരവിടെ നിന്ന് എന്ത് ചെയ്യും? ആരോടൊപ്പം പോകും? ഈ മക്കളൊപ്പം പോകും. മക്കളൊപ്പം പോകുമ്പോൾ സഭയിൽ നീ ആ മക്കളൊപ്പം പോകും. പാസ്റ്ററിന് കാഴ്ചപ്പാടില്ല, പാസ്റ്റർ അമ്മമ്മയ്ക്ക് കാഴ്ചപ്പാടില്ല, മക്കൾക്ക് കാഴ്ചപ്പാടില്ല. പാസ്റ്ററിന്റെ മക്കൾ മൊത്തം കാഴ്ചപ്പാടും ലോകമായിട്ട് ജീവിക്കണമെന്നാണ്. ലോകമായിട്ടുള്ള ബന്ധപ്പെട്ടി, ലോകപരമായിട്ടുള്ള ജോലി, ലോകപരമായിട്ടുള്ള കാര്യത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. പാസ്റ്ററിന്റെ മക്കൾക്ക് പോലും ഇല്ല കാഴ്ചപ്പാട്. ദൈവമായിട്ട് ജീവിക്കണം. അപ്പോഴവരുടെ മാതാപിതാക്കൾ അത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, ഇല്ലയോ? അതിന്റെ അർത്ഥം അതെന്തുവാ? പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. പഠിച്ചു കൊടുക്കുന്ന സീരിയസിൽ പഠിപ്പിച്ചു കൊടുത്താലേ, മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുത്താലേ തലമുറ എന്ത് ചെയ്യത്തുള്ളൂ, വരത്തുള്ളൂ. മറ്റേ ആ തലമുറ എന്ത് ചെയ്യും? കേട്ടത്തില്ല. അന്ന് പണ്ട് സ്തോത്രം തലമുറകൾ പാപം ചെയ്തു കഴിഞ്ഞാൽ വീടിനകത്ത് കേട്ടത്തില്ല. നീ വീട്ടിൽ കയറണ്ട, നീ ഞാനോട്ട് ബന്ധമില്ല, വിട്ടുപോകും. ഇന്നത്തെ എത്ര മാതാപിതാക്കൾ അങ്ങനെ പറയും? അയ്യോ മക്കളല്ലയോ, അവരെ ക്ഷമിക്കേ. കുറച്ചു കാലം കഴിയുമ്പോൾ മക്കളോടൊപ്പം പോകും. ആ പാപത്തിനകത്തല്ല ആരുണ്ട്? മാതാപിതാക്കൾ. സ്തോത്രം. മാതാപിതാക്കളുണ്ട്. വിവാഹ ജീവിതം ഇത്രയും തകർന്നു പോകുന്നോ? ലോകത്തെ നോക്കി, ലോകത്തിന്റെ ആഡംബരത്തെ നോക്കി, ലോക ജീവിതത്തിന് നോക്കി പ്രാധാന്യം കൊടുത്ത് വിവാഹം നടത്തുന്നതുകൊണ്ടാണ്. ആത്മീയ ജീവിതത്തെ നോക്കിയോ, ആത്മീയ കാഴ്ചപ്പാട് നോക്കിയോ, ദൈവിക അറപ്പാടം നോക്കിയോ അല്ല വിവാഹം നടക്കുന്നത്. സ്തോത്രം. വിവാഹം നടക്കുന്നത്. ഇനി ഞാൻ വിവാഹത്തിന്റെ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. വിവാഹ ജീവിതം ലോകത്തെ നോക്കി, ആഡംബരത്തെ നോക്കി, സുഖത്തെ നോക്കി പോയതെല്ലാം പരാജയമായിക്കൊണ്ടിരിക്കുക. സ്തോത്രം. പരാജയമായിക്കൊണ്ടിരിക്കുക. പുറമേയുള്ളതല്ല കർത്താവ് നോക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്ന അപകടമേയുള്ളതാണ് ആര് നോക്കുന്നത്? ദൈവം നോക്കുന്നത്.
എത്ര പേര് ദൈവാലോചന ചോദിച്ചിട്ട് വിവാഹം കഴിക്കുന്ന എത്ര പേരുണ്ട് ഇന്ന് ദൈവസഭയ്ക്കകത്ത്? ദൈവസഭകളുടെ അകത്ത് എത്ര പേര് ആലോചന ചോദിച്ചിട്ട് ചെയ്യുന്നുണ്ട്? ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. സ്തോത്രം. കഴിഞ്ഞൊരു വിവാഹത്തിന് സ്തോത്രം എന്നെ വിളിച്ച് ഞാൻ പോയില്ല. സ്തോത്രം. പോകാൻ പറ്റത്തില്ല. വ്യവസ്ഥ, ദൈവത്തിന് പ്രകാരമുള്ള വ്യവസ്ഥ തെറ്റാണ്. എനിക്ക് പോകാൻ പറ്റത്തില്ല. എത്ര ബന്ധമായാലും എന്നോട് ഒരാൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും വലിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ട് പോകാതെ? ഞാൻ പോകത്തില്ല. എനിക്ക് ഫ്രണ്ട്ഷിപ്പ് അല്ല വിഷയം. ഫ്രണ്ട്ഷിപ്പ് അല്ല വിഷയം. നാളെ എന്റെ കുടുംബത്തിനകത്ത്, എന്റെ തലമുറയ്ക്കകത്തോ അങ്ങനെ ഒരു വിഷയം വന്നാൽ നിങ്ങൾ വേണ്ട. ഞാനും അതിനകത്ത് കാണത്തില്ല. ഞാൻ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ 3 പിള്ളേരുടെ എന്തെങ്കിലും തരികട കാണിച്ചെങ്കിൽ ചെയ്തു പൊക്കോണം. എന്നെ അതിനകത്ത് കൂട്ടിച്ചേർക്കില്ല. ഞാൻ വരത്തില്ല. എന്റെ മക്കളായ എന്ന് പറഞ്ഞൊന്നും ഞാൻ വരത്തില്ല. ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്റെ അപ്പന്റെ അമ്മയുടെ പല കാര്യത്തിനകത്ത് ഞാൻ കാണാത്ത കാര്യം എന്തുവാ? ഞാൻ അങ്ങനെ പോകത്തില്ല. ഞാൻ അതിലും കൂടുതലായിട്ട്, ഏറ്റവും കൂടുതലായിട്ട് സ്നേഹിക്കുന്നത് എന്റെ കർത്താവിന്റെ ഇഷ്ടങ്ങളെ ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. കാര്യം എന്തുവാ? ഞാൻ ഒന്നുമില്ലാത്ത കിടന്നപ്പോൾ, ചവിട്ടി വിധിച്ച് കിടന്നപ്പോൾ ഈ മാതാപിതാക്കളോ സഹോദരങ്ങളോ സുഹൃത്തുക്കളോ അല്ല എന്നെ സഹായിച്ചത്. എന്നെ എന്റെ സർവശക്തനായ ദൈവമാണ്. എനിക്ക് സമാധാനം തന്ന ഹൃദയം, സ്വസ്ഥത തന്ന ഹൃദയം, സമാധാനം തന്ന ജീവിതം, ഇതെല്ലാം തന്നത് എന്റെ യേശുവപ്പന. അപ്പോൾ എനിക്ക് ആരോടാ കടപ്പാടുള്ളത്? യേശുവപ്പനോടാ. ആമേൻ. സ്നാന ശുശ്രൂഷ കുഞ്ഞുങ്ങളിലേക്കാവുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഭയപ്പെടുന്നത്. സ്നാന ശുശ്രൂഷയെ കുറിച്ച് എടുത്തിയാടി സ്നാനപ്പെടാൻ ആരോടും പറയാത്തതിന്റെ കാര്യമില്ല. സ്നാനം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളിലേക്കാവുന്നതല്ല. പകരം നിങ്ങൾ ഉള്ളതിനകത്ത് ക്രിയ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിന്തിച്ചോണം. ദൈവം അത് വെളിപ്പെടുത്തും. ദൈവം വെളിപ്പെടുത്തി തന്നാൽ പിന്നെ തീരുമാനം എടുത്തോണം, കുറച്ചോണം. ഇന്ന് സ്നാനപ്പെടാന്ന് ഇവിടെ പറഞ്ഞ ദൈവമക്കള്, സ്തോത്രം, കുഞ്ഞുങ്ങള് അവര് പറഞ്ഞപ്പോൾ തന്നെ അവർ സ്നാനപ്പെട്ടതിന് തുല്യമായി. ഇനി അടുത്ത ബാക്കിയുള്ള കാര്യം ചെയ്യുമ്പോൾ അത് പൂർത്തീകരിക്കും. അവർ തീരുമാനങ്ങളായപ്പോഴേ തന്നെ സ്വർഗത്തിലെ ദൈവത്തിന് അവരുടെ മേൽ എന്ത് ഉണ്ടായി? അമികാലിയ അനുഗ്രഹം ഉണ്ടായി, അവരോട് സ്നേഹം ഉണ്ടായി, അവരോട് കരുതലുണ്ടായി. കാര്യം എന്നോട് ചേരുവോ? എന്റെ പ്രമാണങ്ങളെ, ഞാൻ പറഞ്ഞിട്ട് പോയ പ്രമാണങ്ങളെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ അറ്റം വരെയും ചെന്ന് സൂക്ഷിക്കേണ്ട. അമ്മ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നവരെ പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി സഭയോട് ചേർക്ക്. ആ ഞാൻ പറഞ്ഞ കൽപ്പനയെ അവരനുസരിച്ച് ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അവരെ മേൽ ആർക്ക് ഇഷ്ടമായി? കർത്താവിന് ഇഷ്ടമായി. നമ്മള് പിന്നെ സ്നാനത്തെ ഇച്ചിരൂടെ ലേറ്റ് ആകുന്നു, ഇച്ചിരൂടെ അവരൊന്ന് പഠിക്കട്ടെ. സ്നാനത്തെ തീരുമാനമെടുത്തല്ലോ, നീ കുറച്ച് അവരൊന്ന് പഠിക്കട്ടെ. അത് പഠിച്ചിട്ട് മുന്നിൽ വരുമ്പോഴായിരിക്കും ആ സ്നാന ശുശ്രൂഷയ്ക്ക് ഒരു അനുഗ്രഹമായിരിക്കും. അതോർത്ത് അതേറ്റിപ്പിക്കുന്നു. സ്തോത്രം. കുറച്ചുകൂടെ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ, ബലപ്പെടാൻ, ക്രമീകരിക്കുവാൻ നമുക്ക് ക്രമീകരിക്കാനുണ്ട്. ചിലതെല്ലാം ക്രമീകരിക്കാനുണ്ട്. മനുഷ്യന്റെ മേൽ ജഡമുണ്ട്, ചില ജഡത്തെ മാറ്റി ക്രമീകരിക്കുവാനുണ്ട്. ഈ ദിവസങ്ങളിൽ അതിനെ ക്രമീകരിക്കുവാൻ ദൈവം തന്നിരിക്കുന്നത്. പ്രാർത്ഥിച്ച് ക്രമീകരിച്ചോണം. സ്തോത്രം. പെട്ടെന്ന് സ്നാനപ്പെടുത്തിയിട്ട് ചിലവർ പറയും, ഷണ്ണനെ പെട്ടെന്ന് സ്നാനപ്പെടുത്തിയല്ലോ. ഷണ്ണനെ സ്നാനപ്പെടുത്തിയ ഷണ്ണൻ ദൈവമായിട്ട് അത്രയ്ക്ക് ബന്ധമായി. ഷണ്ണനെ ആ പെടാൻ യോഗ്യൻ, ഏറ്റവും വലിയ യോഗ്യൻ. നമ്മളായിട്ട് യോഗ്യനായിരുന്നു ആരും ഷണ്ണൻ. കാര്യം എന്തുവാ? യേശു ക്രിസ്തുവിനെ കുറിച്ച് അവൻ അങ്ങോട്ട് കേട്ടപ്പോൾ അവനങ്ങോട്ട് എരിവുണ്ടായി. അവൻ പറഞ്ഞു, ഇനി ഞാൻ സ്നാനപ്പെടുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? സ്തോത്രം. അപ്പോഴ് ഫിലിപ്പോസ് പറഞ്ഞു, വിശ്വസിക്കുമെങ്കിൽ നിനക്കാവാം. ഉടനെ ഞാൻ പറയുക, വിശ്വസിക്കുന്നത് മാത്രമല്ല പറഞ്ഞേ, കർത്താവായ യേശു ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് ചുറ്റുവട്ടമുള്ളവര് യേശു ക്രിസ്തു ദൈവമെന്ന് പറയുന്നവരെ ദണ്ഡിപ്പിക്കുമ്പോഴും ശിക്ഷിക്കുമ്പോഴും ഷണ്ണൻ സ്തോത്രം, എത്യോപ്യ രാജ്ഞിയുടെ സ്തോത്രം, മന്ത്രിയായിട്ട് ഇരിക്കുന്ന സ്ഥാനത്തിരിക്കുന്ന പറയുക, ഞാൻ വിശ്വസിക്കുന്നു യേശു ക്രിസ്തു ഏക ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തു ഏക ദൈവമെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നു. ഇനി തടസ്സമുണ്ടോ? ഫിലിപ്പോസ് പറഞ്ഞു, ഒരു തടസ്സവും വാ, ഞാൻ സ്നാനപ്പെടുത്താം. പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവർ വെള്ളത്തിൽ ഇറങ്ങി, അവർ സ്നാനപ്പെട്ടു. അപ്പോഴേ ആ സ്നാനം എവിടെ കിടക്കുന്നു? ശിശു സ്നാനം എവിടെ കിടക്കുന്നു? വെള്ളം തളിച്ചാൽ സ്നാനമാവത്തില്ല. സ്നാനം എന്ന് പറയുന്നത് എന്തുവാ? വെള്ളത്തിനകത്ത് അമികാലിൽ നിന്റെ വായയുടെ മൊഴിയാ നീ പറയണം. എന്ത് പറയണം? യേശു ക്രിസ്തു എന്റെ ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നിന്റെ വാമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അമികാലിൽ നിന്നെ വെള്ളത്തിനകത്ത് മുക്കിയെടുക്കുന്നത്. അതാണ് സ്നാനം. അതാണ് ക്രിസ്തുവിനോട് ചേരുന്നത്. മറ്റേ നീ സഭയോട്, നീ ദൈവത്തിന്റെ പൈതലായതുകൊണ്ട് നിന്റെ കുഞ്ഞും ക്രിസ്തീയ കുടുംബമാവട്ടെ എന്ന് പ്രതിഷ്ഠിക്കുക ചെയ്യുന്നത്, അതൊരിക്കലും സ്നാനമാവത്തില്ല. അതിനെ സ്നാനമായിട്ട് ബൈബിൾ അംഗീകരിക്കുന്നില്ല. പ്രതിഷ്ഠിക്കുന്നതിന് പോവാം, പക്ഷെ അത് സ്നാന ശുശ്രൂഷ എന്ന് പറഞ്ഞ് ഒരിക്കലും അതിനെ ആരംഗീകരിക്കുന്നില്ല. കർത്താവ് അംഗീകരിക്കുന്നില്ല.
ഇന്നാന്റെ മോൻ ദൈവം പൈതലായിട്ട് പറയാം. അവൻ ക്രിസ്തീയ കുടുംബത്തിലേക്ക്, ക്രിസ്തീയ കുടുംബമാണ്, അവൻ ക്രിസ്തീയ കുടുംബത്തിലായി അവൻ യേശുവിനെ ആവണം എന്ത് ചെയ്യണം? അവന് തിരിച്ചറിവുണ്ടായി. അവൻ യേശു ക്രിസ്തു ദൈവമെന്ന് തിരിച്ചറിഞ്ഞു. ഷണ്ണൻ പറഞ്ഞതുപോലെ യേശു ക്രിസ്തു ദൈവമല്ലാതെ വേറെ ആരുമില്ല. അവൻ ലോകത്തിൽ രക്ഷിതാവായ ഒറ്റ ദൈവമേ ഉള്ളൂ. അത് നസറേയനായ യേശു നാം വാമൊഴിയാൽ പ്രസ്താവിച്ചു. അല്ലാതെ അപ്പനേതാ അമ്മയേതാ സഹോദരൻ ഏതാ വാവെന്ന് പറയാൻ പ്രായമില്ലാതെ കുഞ്ഞിനെ വിളിച്ചിട്ട് പറയുക നിന്നെ സ്നാനപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ പറ്റത്തില്ല. അത് പള്ളികളുടെ പ്രമാണമാണ്. അത് പള്ളി ഉണ്ടാക്കിയ പ്രമാണം. നമ്മൾ എടുക്കുന്ന സ്നാനം പള്ളി ഉണ്ടാക്കിയ പ്രമാണമല്ല. നമ്മൾ എടുക്കുന്ന സ്നാനം തിരുവചനം പറഞ്ഞതാണ്. തിരുവചനത്തിനകത്ത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതാണ് സ്നാനം. ആ സ്നാനമാണ് നമ്മൾ ചെയ്യുന്നത്. അത് മറ്റേത് പള്ളിയിൽ തിരുമേനിമാരുണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമങ്ങള് അത് അവരെ ചെയ്യും. സ്തോത്രം, നമ്മൾ ചെയ്യത്തില്ല. നമുക്ക് കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കാം, സ്നാനപ്പെടുത്താൻ അത് സ്നാനമായിട്ട് കാണാൻ പാടില്ല. ഞങ്ങൾ പ്രതിഷ്ഠിക്കുമ്പോൾ വെള്ളം കുടഞ്ഞിട്ട് തുടയ്ക്കും. ഓക്കെ, ആയിക്കോട്ടെ, നല്ല കാര്യം. പക്ഷെ അത് സ്നാനമല്ല. സ്നാനം എന്ന് പറയുന്നത് തിരിച്ചറിയണം. അവൻ ഏക ദൈവമേ ഉള്ളൂ, അത് യേശു ക്രിസ്തു ദൈവമാണ്, ദൈവത്തിന്റെ പുത്രനായ ദൈവമെന്ന് തിരിച്ചറിയുന്നവനെ ആണ് ദൈവത്തോട് ഞാൻ ചേരുവാണ്, ഇനി മുതൽ ഞാൻ ക്രിസ്തുവിന്റെ പൈതലാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോട് ജീവിക്കുന്നവനെയാണ് സ്നാനപ്പെടുത്തുന്നത്. അതാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. ആ തിരുവചനമാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? പൂർത്തീകരിക്കുന്നത്. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അവരെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാവർക്കും എഴുന്നേൽക്കാം. കർത്താവിന്റെ സ്ഥലത്തേക്ക് ഒന്ന് എഴുന്നേറ്റിരുന്നു ദൈവസ്ഥലിലേക്ക് ഒന്ന് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ നിന്ന് പ്രാർത്ഥിക്കുക. ദൈവ കർത്താവ് ഓരോ കുടുംബത്തെ ദൈവം തൊടട്ടെ. കർത്താവ് സ്നാനപ്പെടുത്താൻ തീരുമാനമെടുത്ത ദൈവമക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ ബലപ്പെടുത്തട്ടെ. ദൈവം അവരെ ബലപ്പെടുത്തട്ടെ. ദൈവമേ അവരെ ഒന്നുകൂടി ഒന്ന് ശക്തീകരിക്കട്ടെ, ബലപ്പെടട്ടെ. അവര് ദൈവസ്ഥലയിൽ ഇരട്ടി അഭിഷേകത്തോട്, ദൈവത്തിന്റെ സ്നേഹത്തോട് അവരെ മാറട്ടെ. ഓരോ കുടുംബത്തെ കർത്താവ് തൊടട്ടെ. ഓരോ കുടുംബത്തെ ദൈവം തൊടട്ടെ. ഞങ്ങളുടെ വിദേശത്തുള്ള ദൈവമക്കളെ ദൈവം തൊടട്ടെ. വിദേശത്തുള്ള ദൈവമക്കളെ ദൈവം തൊടട്ടെ. വിദേശത്തുള്ള തലമുറകളെ ദൈവം തൊടട്ടെ. വിദേശത്തുള്ള തലമുറകളെ ദൈവം തൊടട്ടെ. ദൈവജനത്തെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ദൈവമക്കൾ അനുഗ്രഹപ്പെടട്ടെ. ഞങ്ങളുടെ ദൈവമക്കൾ അനുഗ്രഹപ്പെടട്ടെ. സഭ ഒരു അനുഗ്രഹമാവട്ടെ. അപ്പൊ കുഞ്ഞുങ്ങൾ ഒരു അനുഗ്രഹമാവട്ടെ. അനുഗ്രഹമാവട്ടെ. ഞങ്ങളുടെ മധ്യയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റുന്ന ദൈവം, ഞങ്ങളുടെ പ്രതികൂലങ്ങളെ മാറ്റുന്ന ദൈവം, ഞങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങളെ മാറ്റുന്ന ദൈവം, ഞങ്ങളുടെ കടഭാരങ്ങളെ മാറ്റുന്ന ദൈവം, ഞങ്ങളുടെ രോഗങ്ങളെ മാറ്റുന്ന ദൈവം, ഞങ്ങളുടെ ക്ഷീണങ്ങളെ മാറ്റുന്ന ദൈവം, ഞങ്ങളുടെ തളർച്ചകളെ മാറ്റുന്ന ദൈവം, ഞങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവം, ഞങ്ങളുടെ രോഗങ്ങളെ മാറ്റി ബലപ്പെടുത്തുന്ന ദൈവം, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം, ഞങ്ങളുടെ മേൽ അത്ഭുതം ചെയ്യുന്ന ദൈവം, ഞങ്ങളുടെ മേൽ അത്ഭുതം ചെയ്യുന്ന ദൈവം. ഇന്ന് പകല്